ഓരോ ദിവസം ചെല്ലുന്തോറേ വീട്ടിൽ കാറുന്നവർക്ക് വലിയ ക്ഷീണം, തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ ചോദിക്കും, അല്ല എന്താ ഹബീബെ വലിയ ക്ഷീണമുണ്ടല്ലോ. ഉസ്താദെ തോന്നേണ്ടതാ, അങ്ങനെ ക്ഷീണമൊന്നുമില്ല. താത്ത നല്ല ചക്കുക്കുരു പോലെ ഉരുണ്ടിരുന്ന താത്തയാണ്. ദിവസം ചെല്ലുന്തോറും താത്ത ഇങ്ങനെ മുരിങ്ങക്കോല് പോലെ ഉണങ്ങി വരുവാണ്. അപ്പോൾ താത്താട്ടെ ചോദിച്ചു, അല്ല താത്ത എന്താ ഒരു ക്ഷീണം? ഇല്ല ഉസ്താദെ, ഉസ്താദിന് തോന്നുന്നതാണ്. ഈ രണ്ടാൾക്കും സംഗതി യഥാർത്ഥത്തിൽ ക്ഷീണമാണ്, പക്ഷെ പുറത്തു പറയാൻ നിവൃത്തിയില്ല. അതാണ് ക്ഷീണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്രില്ല്, ഒരു ഈ കമ്പിയൊക്കെ വളച്ചു കൂട്ടി ഒരു കൂടിനകത്ത് ഒരു ആട്ടിൻകുട്ടിയെ നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടു. അതിനിഷ്ടപ്പെട്ട ഭക്ഷണവും പാനീയവും ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. പിണ്ണാക്കും കൊപ്രയും തവിടും ഇലയും ഒക്കെ കൊടുക്കുകയാണ്. ഒരു ചെറിയ ഒരു മറയുടെ തൊട്ടപ്പുറത്ത് ഒരു കടുവയെയും കിടത്തിയിരിക്കുക ആ കൂട്ടി തന്നെ. കൂട് രണ്ടും ഒന്നാ, ചെറിയൊരു മറയേ ഉള്ളൂ. അപ്പൊ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ ഈ ആടിന് കാണാം കടുവേനെ. എത്ര തീറ്റ കൊടുത്താലും ഈ ആട് നന്നാവില്ല. ഇത് തിന്നണതും കുടിക്കണതും എല്ലാം ത്രൂ പോവാണ്. കാരണം എന്താ, ഈ പഹയൻ എപ്പോഴാ ചാടനെന്ന് പറയാൻ പറ്റില്ല, പേടിച്ചിട്ട്. അപ്പൊ പേടി കുടുങ്ങിയാൽ ഒരു മനുഷ്യൻ നന്നാവില്ല, ശാരീരികമായി ക്ഷീണിക്കും. ഇത് ഇന്ന് പല പാപ്പാമാർക്കും പല ഉമ്മാമാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പറയാൻ നിവൃത്തിയില്ല. എന്തേ? കുടുംബത്തിൽ അവർ ഭയപ്പെട്ടാ ജീവിക്കുന്നത്. വളരെ ഓമനത്വത്തോടെ താലോലിച്ച് വളർത്തിയ മകൻ, അവൻ അവിടെ ഇവിടെയൊക്കെ ചില രോമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ അങ്ങോട്ടൊന്നും പറയാൻ നിവൃത്തിയില്ല. പറഞ്ഞാൽ കടുവ ചാടണമാതിരി ചാടുവാണ്. പാപ്പാക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനും നിവൃത്തിയില്ല, ഭയപ്പെട്ട് ജീവിക്കുകയാണ്. മോളെ വലിയ കാര്യമായിട്ട് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതിനും അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ അതിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി ചാടണമാതിരി ചാടുവാണ്. നിവൃത്തിയില്ല. വീടിന്റെ ഉള്ളിൽ നിന്ന് പോകാനും കഴിയില്ല. വൽ വലത് നബിയനാ റസൂലുള്ളാഹി. ദേഷ്യക്കാരായ മക്കളുണ്ടാവും. അപ്പൊ പിന്നെ എന്റെ വാമശിലാരെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളൊക്കെ ദേഷ്യക്കാരാവുന്ന തങ്ങൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ അത് വരിക തന്നെ ചെയ്യൂലേ. ഇന്നിപ്പോ ആ രീതിയിൽ ആളുകൾ പലരും ഒക്കെ വ്യാഖ്യാനിക്കണേ. കാസർഗോഡിനെ ഒന്ന് പോണല്ലോ, അതായത് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എളുപ്പത്തിൽ അങ്ങോട്ട് എത്താം. ഒരാൾ വഴി പറഞ്ഞു തരികയാണ്. ഇങ്ങനെയും വഴിയുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ വഴി കറക്കം കൂടുതലാണ്, കട്ടറുണ്ട്, തന്നെയല്ല കണ്ട പട്ടിയും പൂച്ചയൊക്കെ ഉള്ള വഴിയാണ്, വളരെ സൂക്ഷിക്കണം. ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പോവും? ബുദ്ധിയുള്ള ആൾ ഇങ്ങനെ തന്നെ പോവുള്ളൂ. അഷ്റഫുൽ ഖൽഖ് വഴികാട്ടിയാണ്. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന പ്രതിസന്ധികളും വിഷമങ്ങളും നിങ്ങൾക്ക് വരാനുണ്ട് പടപ്പുകളെ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. മക്കള് കോപക്കാരും ദേഷ്യക്കാരും ഒരു അവസ്ഥയിലേക്ക് മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ വരും. അതിനു മുമ്പ് ആ അവസ്ഥയിലേക്ക് മക്കൾ വരാതെ സൂക്ഷിച്ചോളാൻ, അതായി പറഞ്ഞു തന്നെ. ഈ സ്വഭാവം ഇവിടെ ഉണ്ടാവും, അതില്ലാതിരിക്കൂല. അതിനകത്ത് നമ്മുടെ മക്കൾ വിട്ടുപോകരുത്. അതിനാണ് നബി തങ്ങൾ ഈ മുന്നറിയിപ്പ് നോക്കരുത്. മക്കൾ ദേഷ്യക്കാരാവും. ഇന്നിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇദത്തുഹിദൽ ഫൈഉ ദിബലാ വല്ലമാനതു മഗ്നമ വസ്സകാതു മഗ്റമ വതുഅല്ലിമ ലിഗൈരിദ്ദീൻ വഅതാ റജലു ഇംറഅതുഹു വഅഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖ്സ അബാഹു. ഭാര്യനെ അടുപ്പിച്ചുകൊണ്ടിട്ട് ഉമ്മാനെ അകത്തുന്ന മക്കള്, കൂട്ടുകാരനെ അടുപ്പിച്ചുകൊണ്ട് വാപ്പാനെ അകത്തുന്ന മക്കൾ, ഇതൊക്കെ എണ്ണി പറഞ്ഞു തന്നിരിക്കുക ലോകാനുഗ്രഹി നബീന റസൂലുള്ളാഹി. കല്യാണം കഴിക്കുന്നത് വരെയും ഒരു കുഴപ്പമില്ല, മോൻ ഭയങ്കര കാര്യമാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഈ വടകരയിൽ. നിങ്ങളുടെ അപ്പുറയാണല്ലോ വടകര. വലത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലെ കമ്മിറ്റിക്കാരനെ കൊണ്ടാൻ വേണ്ടി വണ്ടിയെ കയറ്റിയപ്പോ കുറെ തള്ളമാർ ഓടി വരികയാണ്. ഞാൻ ഇതെന്താ ഈ പെണ്ണുങ്ങളൊക്കെ വണ്ടി എടുത്തേക്കും, സ്ഥലോട് വല്ലതും പറയാനായിരിക്കും. വന്നപ്പോ ഒക്കെ 60 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള സ്ത്രീകളാണ്. എല്ലാവർക്കും ഒരേ പരാതിയല്ല, കണ്ണുനീര് വീഴുകയാണ്. ഉസ്താദേ, വിവാഹം കഴിക്കുന്നത് വരെയും എന്റെ മോൻ എനിക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം എന്നെ കാണുന്നത് പോലും അവന് ദേഷ്യമാണ്. എന്റെ മോന്റെ മനസ്സ് മാറാൻ ദുആ ചെയ്യണേ. ഉമ്മാനെ ഇടങ്ങേറാക്കുന്ന മക്കള്, കെട്ടിയോളെ അടുപ്പിക്കുന്ന മക്കൾ രക്ഷപ്പെടില്ല കേട്ടോ. ഞാനിതൊന്നും വിഷയമായിട്ട് എടുക്കണില്ല. ഞാൻ ഇതൊന്നും അല്ല പറയണേ. ഞാൻ ഓതി വെച്ച ആയത്തും ഹദീസിലേക്കും ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. ഇത് ചുമ്പാ നാക്കിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ഒരു നിലയ്ക്കും രക്ഷപ്പെടൂല. റഗിമ അൻഫു സുമ്മ റഗിമ അൻഫു, നാണം കെടും നിർത്തണില്ലല്ലോ. സഹാബാക്കൾ വെച്ച് ആരാണ് റസൂലുള്ളാഹ്? ആഖുല്ലി വാലിദൈ, ഉമ്മാനെയും ബാപ്പാനെയും വിഷമിപ്പിച്ച മക്കൾ രക്ഷപ്പെടൂല. റമളാൻ വരാൻ പോവല്ലേ. നോമ്പ് പിടിക്കണമെങ്കിൽ ഈ ഞാൻ ഒരു 2 ദിവസം ഈ തൊട്ടപ്പുറത്ത് പറഞ്ഞതാ, അതുകൊണ്ട് ഇവിടെ തുടങ്ങില്ല. നോമ്പിന്റെ മുന്നൊരുക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കലരി ഉണ്ടാക്കി വെക്കല്, ആശാളി റെഡിയാക്കി വെക്കല്, പിന്നെ ഉലുവ ഉണ്ടാക്കി വെക്കല് എന്ന് പറഞ്ഞാൽ തരിക്കഞ്ഞ് വേണം, ഇടിയപ്പം വേണം, പത്തിരി വേണം, ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ ഒരു മാസത്തേക്കുള്ള. അതൊക്കെ ഒരുക്കി വെക്കലാന്നല്ല. റമദാനിന്റെ മുന്നൊരുക്കം റമദാൻ മാസത്തിന് സ്വീകരിക്കാൻ തയ്യാറാകണമെങ്കിൽ 4 തെറ്റുകളിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറുള്ളവ മാത്രം ഇത് ചെയ്താൽ മതിയെന്ന്. അതാ മെമ്പറിന്റെ പടിയിലേക്ക് ഇപ്പൊ പറഞ്ഞേ. ഞാൻ ചുമ്മാ എന്ന് പറയാ, ചുമ്മാ. റമദാൻ മാസം ഫലപ്പെടാത്ത പാർട്ടിക്കാര് 4 എണ്ണം ഉണ്ട്. അതാ എന്റെ മുന്നൊരുക്കം. ഫലപ്പെടാത്ത ആളുകൾ, ഒന്നാമത്തേത് ആഖുല്ലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ. റമദാൻ മാസമായിട്ടും ഉമ്മാനെ ഒന്ന് കാണാനും വാപ്പാനെ ഒന്ന് വിളിച്ചുകൊണ്ടിരാനും തയ്യാറാത്തവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സർവ്വ അനുഗ്രഹത്തെയും വിട്ട് വിദൂരത്താക്കട്ടെ നബിയേ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി വ ഖുൽതു ആമീൻ. മദീന മുനവ്വറയിലെ മെമ്പറിലുണ്ടായതാ, ചെറിയ സ്ഥലത്തല്ല ഇത്. ദുആ ചെയ്യുന്നത് മാലാഖമാരുടെ ലീഡറാ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖാണ് നബീന റസൂലുള്ളാഹി. സാക്ഷികളായത് സഹാബി കന്നുജൂം എന്ന് വിശേഷിപ്പിച്ച സഹാബാക്കളാണ്. സ്ഥലം പുണ്യമാക്കപ്പെട്ട മദീന മുനവ്വറയിലെ മിമ്പറിലാണ്. ബഅദമൻ അദറക അബവൈ, മൂന്നാമത്തെ പടിയിലേക്ക് കയറിയപ്പോ ഉമ്മായോ ഉപ്പായോ നിന്റെ സഹായം ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ, അവരെ കൊണ്ട് നീ സ്വർഗത്തിൽ പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവനെ അല്ലാഹുവേ സർവ്വ അനുഗ്രഹത്തെ വിട്ട് വിദൂരത്താക്കട്ടെ നബിയേ. കടുപ്പ പിടിച്ച ദുആയ നബി തങ്ങളൊന്ന് ആമാന്തിച്ചു ആമീൻ പറയാൻ. അപ്പോഴാ പറഞ്ഞ ആമീൻ പറ റസൂലുള്ളാഹ്, ഇത് അല്ലാഹ് പറഞ്ഞിട്ട് ചെയ്യുന്ന ദുആയാണ്. ഫഖുൽതു ആമീൻ. നമ്മളൊക്കെ ദുആറക്കുള്ള എന്തിനാ? തമ്മി കാണുമ്പോ തന്നെ എന്താ നമ്മളൊക്കെ പറയാ, ദുആ ചെയ്യണോട്ടോ, അങ്ങനെയല്ലേ തമ്മിൽ പറയാ. ഇത് ആരാ ദുആ നേക്കണേ? രക്ഷയില്ലല്ലോ മുസ്ലിയാരെ, കച്ചവടം ഡിമ്മാവുകയാണല്ലോ, കുടുംബത്തിൽ സമാധാനം ഇല്ലല്ലോ, ഗൾഫ് രക്ഷയില്ലല്ലോ, നാട് രക്ഷയില്ലല്ലോ, ആകെ പ്രശ്നങ്ങളാണല്ലോ, സ്വസ്ഥത ഇല്ലല്ലോ, സമാധാനം ഇല്ലല്ലോ. ഒരു അല്ലാഹു തആല ഒരു പടപ്പിന് വല്ല അനുഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഈ പടപ്പിനെ അല്ലാഹ് വിദൂരത്താക്കട്ടെ എന്നാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ. ഉമ്മായും ബാപ്പായും ചെറിയ കാര്യമല്ലാന്ന്. രണ്ടാമത്തെ കുടുംബ ബന്ധം മുറിക്കാതെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തവൻ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കണ്ട, നോമ്പും പിടിക്കണ്ട. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ നാശമാണിത്. എളാപ്പാടെ ഒരു പൈസ ഇവനക്ക് ആവശ്യമില്ല, ഇവന്റെ ഒരു പൈസ എളാപ്പാക്കും വേണ്ട, പക്ഷെ തമ്മിൽ മിണ്ടൂല, രക്ഷയില്ല. മുദമിനു ഖംദിൻ, ലഹരിയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിക്കോ. സർവ്വ കുഴപ്പത്തിന്റെ തലക്കെട്ടാണെന്ന് നബീന റസൂലുള്ളാഹി. ബീഡി വലി നിർത്താൻ തയ്യാറില്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ നിൽക്കണ്ട. സിഗരറ്റ് വലിക്കണ പരിപാടി നിർത്താൻ പറ്റൂല്ലെങ്കിൽ ഇടയത്താൻ കുടിക്കാൻ എണിക്കണ്ടാന്ന്, നോമ്പ് ഉറപ്പിക്കണ്ടാന്ന്. സൗന്ദര്യപ്പാക്കിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഉള്ളം കയ്യിലേക്ക് ഇട്ട് ഞെരടിയിട്ട് പല്ലിന്റെ ഇടയിൽ വെക്കണ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റൂലെങ്കിലേ റമദാൻ മാസത്തിലെ നോമ്പ് പിടിക്കാൻ നീ തുനിയണ്ടാൻ. എല്ലാ ലഹരിയാണ്, എല്ലാ ലഹരിയും കള്ളാണെന്ന് നബീന റസൂലുള്ളാഹി. മുശാഹിനുൻ, നാലാമത്തെ മനുഷ്യനാ പിണക്കൊക്കെ ഉണ്ടാവും, പക്ഷെ 3 ദിവസം അവധി നബീന റസൂലുള്ളാഹി. ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജറ അഖാഹു ഫൗക 3 ദിവസം. ആ 3 ദിവസം എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട, പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണ്ട, കമ്മിറ്റിക്കാരെ കാണണ്ട, അസ്സലാമു അലൈക്കും. മറ്റേ ആള് വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. സ്വർണം വിളക്കി ചേർത്തതുപോലെ ഒരടയാളം ഉണ്ടാവില്ല. ഇതിന് തയ്യാറില്ലെങ്കിൽ പണിക്ക് നിൽക്കേണ്ടതാണ്. ഇതാണ് റമദാൻ. നമ്മുടെ അടുത്തേക്ക് വരുവാണ്, നിസ്സാര ദിവസമുള്ളൂ. അള്ളാഹു കണ്ടുമുട്ടാനും അനുകൂലമായി മാസം സാക്ഷി വെക്കുന്നവരിൽ പെടാനും ഈ മഞ്ഞ പെയ്യുന്ന ഈ മൈതാനത്ത് വന്നിരിക്കുന്ന നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി വന്നതാണ്. ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല ഈ വന്നിരിക്കുന്ന പടപ്പുകളൊന്നും ഈ കോളേജിന്റെ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താനാണോ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ ആദരണീയനായ ഉസ്താദ് അബ്ദുള്ള ഫൈദി അവരെ ബോധ്യപ്പെടുത്താനാണോ,
അല്ലെങ്കിൽ എവിടെന്നോ ഒരുത്തം മഞ്ഞ് വഴുതു വരണമെന്ന് പറഞ്ഞാൽ അവനെ ബോധ്യപ്പെടുന്ന ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കണില്ല. നിങ്ങളെല്ലാം പടച്ചവനെ നാളത്തെ സമയം, ഈ സമയം എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അല്ലാ. എന്റെ കാക്കും ഭാഗത്തും തലക്കും ഭാഗത്തും മീശാങ്കല്ലുകൾ നാട്ടപ്പെടുമോ എന്നറിയില്ല പടച്ചവനെ. പച്ചയായ എന്നെ ഇന്ന് തന്നെ കൊണ്ടുവന്ന് പച്ചയായ മണ്ണിന്റെ അടിത്തട്ടിലേക്ക് വെച്ച് മൂടുമോ എന്നറിയില്ല റബ്ബേ. പടച്ചവനെ, കണ്ണു തുറന്ന് ഇവിടെ ഇരിക്കാൻ നീ തന്ന അവസരം അല്ലാഹുവേ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 100 ബയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പവറുള്ള ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചെങ്കിൽ അല്ലാ, ഞാൻ അവിടെ പോയി ഇത്തിരി നേരം ഇരിക്കട്ടെ അല്ലാ. അങ്ങനെ വന്നിരിക്കണതാ, അങ്ങനെ വന്നിരിക്കണ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇരുന്നവര് പരമാവധി ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാതെ ഇൻഷാ അല്ലാഹ് കേട്ടോ. മാക്സിമം 2 മണിക്കൂർ, അതിൽ കൂടുതൽ വിടൂല. മാക്സിമം 2 മണിക്കൂർ. അങ്ങനെയൊന്നും അല്ല പറയല്, പക്ഷെ മാക്സിമം 2 മണിക്കൂറിൽ നിർത്തിക്കോളാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ഭാവിക്കും കേൾക്കുന്ന അള്ളാഹുവിന്റെ അടിയാറുകളായ നിങ്ങൾക്കും ഇരുലോകത്തും ഫലപ്പെടുന്ന നാഫിയയിൽ മാക്കി മജ്ലിസിനെ അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞു വന്നത്? മക്കള് ദേഷ്യക്കാരാവും. അപ്പൊ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? മോനെ പേടിച്ചിട്ടാ ഇവിടെ ഉമ്മ ഇരിക്കണേ, മോളെ പേടിച്ചിട്ടാ വാപ്പ ഇരിക്കണേ, മിണ്ടാ നിവൃത്തിയില്ല. എന്റെ സഹോദരങ്ങളെ, ഈ ദുനിയാവിലൊരു മനുഷ്യൻ ഈ പാടുപെടുന്നതെല്ലാം ആർക്ക് വേണ്ടിയാ? നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കി. 30 കൊല്ലം ഗൾഫിൽ പോയ കാക്കാട്ടെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയാ, ഇയാളിപ്പോ എത്ര കൊല്ലം ആയിടാവേ? ഇപ്പൊ 30 കൊല്ലമായി മുസ്ലിയാരെ. ഇനി നിർത്താൻ പാടില്ല. ഇനിയിപ്പോ ഈ പുരുഷായുസ് തീരാറായല്ലോ ഇവിടെ. അത് പറ്റാ, ഒരു 15 കൊല്ലം കൂടെ പോണം. എന്തിനാ? ഞാൻ ഇടങ്ങേറായാലും കുഴപ്പമില്ല മുസ്ലിയാരെ, എന്റെ മക്കൾക്ക് ഇടങ്ങേറ് വരരുത്. മരുഭൂമി പോയി ചുട്ടുകൊള്ളണ വെളുത്തിടുന്ന് പണിയെടുക്കണ കാക്ക പറഞ്ഞത്, ഞാൻ ഇടങ്ങേറായാലും വിഷമമില്ല, എന്റെ മക്കൾക്ക് വിഷമം വരരുത്. രാവിലെ 4 മണിക്ക് അടുക്കളയിൽ കയറിയ വീട്ടുകാരിയാണ് താത്ത. രാത്രി 11:30 മണിയായിട്ടും അടുക്കള പണി തീർന്നിട്ടില്ല. എന്തിനാ താത്തായി പാടുപെടുന്നത് മുസ്ലിയാരെ? ഞാൻ വിഷമിച്ചാലും വേണ്ടില്ല, എന്റെ മക്കൾ വിഷമിക്കരുത്. നിങ്ങളെടുത്ത് നോക്കിക്കോ, സർവ്വ മാതാപിതാക്കളും രാവിലെ 6 മണിക്ക് കമ്പനിയിൽ വന്ന് കയറിയിട്ട് 6 മണിക്ക് വീട്ടിൽ പോകേണ്ട കാക്ക വീണ്ടും കയ്യും പോകാൻ കഴുകി പിന്നെയും ജോലിക്ക് കയറുവാണ്. എന്താടാ 12 മണിക്കൂർ പണി കൊടുത്തിട്ട് വീട്ടിൽ പാത്ത് ഞാൻ ഓവർ ടൈം എടുത്തിരിക്കുക. എന്തിനാ ഈ പാടുപെടുന്നേ? ഞാൻ പാടുപെട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്റെ മക്കൾക്ക് വിഷം വരരുത്. സർവ മാതാപിതാക്കളും ഈ ഭൂമുഖത്ത് കിടന്ന് ഈ പാടുപെടുന്ന, ഞങ്ങൾ സ്വന്തം ചോദിച്ചു നോക്ക് മനസാക്ഷിയോട്, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? എന്തിനാണ് ഈ പാടുപെടുന്നത്? നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ചുമ്മാ ജോലി ചെയ്താൽ മതിയോ? നാരായണത്തുറാന്തൻ കല്ല് കയറ്റിന്ന് പറഞ്ഞാൽ അയാൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായി. നാരായണത്തുറാന്തനെ അതിന് നമ്മള് എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് മറുപടി കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങൾ ഇതിങ്ങനെ വിശദീകരിച്ചു പറയുന്നുണ്ട്. നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും എന്തിനാണ് ചെയ്യുന്നത് മറുപടി കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. വീട്ടിൽ നമ്മൾ താക്കോൽ കൂട്ടം എടുത്തോണ്ട് ഇറങ്ങുകയാണ് ഷോപ്പ് തുറക്കാൻ. എന്തിനാടാ നീ ഷോപ്പ് തുറക്കാൻ പോണേ? മറുപടി കാണാതെ താക്കോൽ എടുത്തോണ്ട് ഇറങ്ങരുത്. എന്തിനാ ഷോപ്പ് തുറക്കാൻ പോണ്? കച്ചവടം ചെയ്യാൻ പോണ്, ലാഭം കിട്ടാൻ. ലാഭം കിട്ടുന്നത് എന്തിനാണ്? അത് അയലക്കംകാരെങ്ങനെ കിടിഞ്ഞ് വരും, അവന്റെ സ്ഥലം വിൽക്കും, ആ കാര്യം ഉറപ്പാ. അപ്പൊ അതും കൂടെ മേടിക്കാൻ. അപ്പൊ അത് മേടിക്കണേ എന്തിനാ? അപ്പൊ നമ്മുടെ സ്ഥലം സമചതുരത്തിലാവും. അങ്ങനെ ആക്കണേ എന്തിനാ? നിലവിലുള്ള കെട്ടിടമൊക്കെ ഇങ്ങനെ ജീർണിച്ചിരിക്കുകയാണ്, അതെല്ലാം തല്ലി പൊളിച്ചെറിഞ്ഞിട്ട് സെന്ററിൽ ഒരു 2 നിലയില് AC ടെറസ് വീട് പണിയണം. താഴത്തുള്ളതെല്ലാം മുകളിലും വേണം. താഴെ അടുക്കള, ബാത്റൂം, സിറ്റ് ഔട്ട്, ഡൈനിങ് മുറി എല്ലാം താഴെ, അത് തന്നെ മുകളിലും. എന്തിനാടാ? അതെന്തിനാന്ന് ചോദിച്ചാലേ ഇപ്പോഴത്തെ പെണ്ണുമുള്ള മാങ്ങാത്തൊലി പോലെ ഉണങ്ങിയതാണ്. അതിനെ മക്കളെ താഴത്തെ നിലയിൽ താമസിപ്പിക്കുക. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഓർണത്തിനെ കെട്ടിക്കൊണ്ടിട്ട് അവളെ ഞാനിട്ട് മോളിൽ താമസിക്കുക. അപ്പോൾ റെഡി, ഓക്കെ, എന്നാ കച്ചവടം ചെയ്യാൻ പൊക്കോ. താക്കോല് കൂട്ടെടുത്ത് കയ്യിൽ വെച്ചവൻ മറുപടി കണ്ടതാ ഇപ്പൊ കണ്ടേ. ഇതേതെങ്കിലും നടക്കുവോ ചങ്ങാതിമാരെ? നടക്കുവോ? ഷോപ്പിന്റെ ലോക്കിൽ കൊണ്ടുപോയി താക്കോൽ ഇടാന്ന് നിനക്ക് ഉറപ്പുണ്ട്? ഞാൻ എന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നേരിട്ട് കണ്ടതാണ്. സുബഹിസ്കരിക്കാൻ വീട്ടിൽ നിന്ന് വീട് കൂട്ടിക്കൊണ്ടുവന്ന കാക്ക, ഞാൻ ആ പള്ളിയിൽ മൗമുമായിട്ട് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ എന്തോ മറിഞ്ഞാടുന്ന ശബ്ദം. ഇമാം ഉസ്താദ് പെട്ടെന്ന് സലാം ഇട്ടിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചാടിയാൻ കഴിഞ്ഞേറ്റു. അപ്പൊ ഞങ്ങളും തിരിഞ്ഞു നോക്കി, ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്, കയ്യും കാലും ഞെട്ടി. ഹത്തീബ് ഉസ്താദ് ഓടിച്ചെന്നിട്ട്, എന്താ കൊച്ചുമ്മറുക്ക? അയാളുടെ പേരതാണ് കൊച്ചുമ്മർ. എന്താണ് കൊച്ചുമ്മറുക്കോ? മിണ്ടണില്ല.
ഉസ്താദ് ആ മനുഷ്യന്റെ തല പൊക്കി മടിയിലേക്ക് വെച്ചു. വേറൊരു കാക്ക ഇതിന്റെ മനുഷ്യന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ തിരുമ്മി. വായിൽ നിന്നും മൂക്കിൽ നിന്നും എന്തൊക്കെയോ ദ്രാവകം വരികയാണ്. ഞാൻ നോക്കി നിൽക്കുകയാണ്. കണ്ണടഞ്ഞു കിടക്കുന്ന കൊച്ചുമ്മറ് കണ്ണ് തുറന്നിട്ട് ഖത്തീബ് ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊരു ചോദ്യം, ഉസ്താദേ ഞാൻ മരിച്ചു പോവോ ഉസ്താദേ? പിന്നെ അവള് മിണ്ടിയില്ല. അവിടെ ജനാസ ഞങ്ങൾ എടുത്ത് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. അയാളുടെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അയാളുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻദ ബഹു നബീന റസൂലുള്ളാഹി. മനുഷ്യർ ഉറങ്ങുക. തങ്ങളുടെ വാക്കൊന്ന് ശ്രദ്ധിച്ച്. മനുഷ്യർ ഉറങ്ങുകയാണ്, മരിക്കുമ്പോൾ ഉണരുകയാണ്. ഞാൻ മരണത്തിനെ പറ്റി എത്ര വഴുതു പറഞ്ഞിട്ടുണ്ടെന്നറിയോ? പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും ഈ സംഭവം എനിക്കുണ്ടാകുന്നതാണെന്നുള്ള ശൈലിയിലല്ല പറയണത്. പിന്നെ ഈ ഇരിക്കണതൊക്കെ മരിക്കണ പടപ്പുകളാണ്. ഇത് നിങ്ങളോടായി പറയണേ, അല്ലാണ്ട് ഞാൻ മരിക്കൂല. ഞാൻ എപ്പോഴാ സമ്മതിക്കണെന്നറിയോ? കാലിൽ നിന്ന് ഇതാ അങ്ങോട്ട് വരികയാണ്. അല്ലാഹുവേ താങ്ങാൻ പറ്റണില്ലല്ലോ അല്ലാ. പഠിച്ചവനെ കാലനങ്ങളില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ കയ്യനങ്ങളില്ലല്ലോ അല്ലാ. നെഞ്ചത്ത് താങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടല്ലോ പഠിച്ചവനെ. ഒന്ന് തിരുമണോന്ന് ചിന്തിച്ചപ്പോൾ കൈ പൊങ്ങുന്നില്ലല്ലോ റബ്ബേ. നാക്കൊണ്ടൊന്നും പറയാൻ നോക്കിയിട്ട് നിവൃത്തിയില്ലല്ലോ റബ്ബേ. കണ്ണ് തുറക്കുന്നില്ലല്ലോ പഠിച്ചവനെ. ഞാൻ മരിക്കാൻ പോവാണല്ലോ അല്ലാ. അപ്പോഴാണ് ഞാൻ സാക്ഷാൽ സമ്മതിക്കുന്നത്, ഞാൻ മരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? അതാ തങ്ങൾ പറഞ്ഞ മരിക്കുമ്പോഴാ ഉണരാ. ഒരു കാര്യമില്ല, ഇപ്പോഴാ ഉണരണ്ട. ആ മനുഷ്യന്റെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കി. നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ബറാഅത്ത് കഴിഞ്ഞു. അതാണ് കണക്കെടുപ്പിന്റെ ദിവസം ബറാഅത്ത്. കഴിഞ്ഞ ബറാഅത്ത് മുതൽ ഈ ബറാഅത്ത് വരെ ഒരു കൊല്ലം ഞാൻ പള്ളിക്കാട്ടിലേക്ക് അടുത്തല്ലോ റബ്ബേ. ഒരു കൊല്ലം എന്റെ കുടുംബത്തിൽ നിന്ന് അകന്നല്ലോ തമ്പുരാനെ. ഒരു കൊല്ലം എന്റെ കച്ചവടശാലയിൽ നിന്ന് അകന്നല്ലോ തമ്പുരാനെ. ഒരു കൊല്ലം ഞാൻ ഖബറിലേക്ക് അടുത്തല്ലോ തമ്പുരാനെ. ഒരു കൊല്ലം എന്റെ ഇണയിൽ നിന്നും മക്കളിൽ നിന്നും അകന്നല്ലോ പടച്ചവനെ. ഒരു കൊല്ലം ഞാൻ മുങ്കറിന്റെ കീറിലേക്ക് അടുത്തല്ലോ തമ്പുരാനെ. പടച്ചവനെ, ഈ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം ഈ അടുത്തതായ ഒരു കൊല്ലത്തേക്ക്, ഈ അടുത്തതായ കാര്യത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു തമ്പുരാനെ? അതാണ് ഷഅബാൻ 15. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലാ, ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ അല്ലാ. അപ്പൊ ഇതാ ഹോൾസെയിൽ കച്ചവടം ഇവിടെ തുടങ്ങാൻ പോവാണ്. റമദാൻ 1 മുതൽ ഹോൾസെയിൽ ബിസിനസ് ആണ്. ഒരെണ്ണം ചെയ്താൽ 70 മുതൽ 70,000 വരെ. ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിന്റെ കൂലി വാരിക്കോരി കൊടുക്കുകയാണ്. പോരായ്മകൾ പരിഹരിച്ചു. എന്നിട്ടും തിരുത്താൻ തയ്യാറില്ലാത്തവന് ഈ ദുനിയാവിൽ സർവ്വ അനുഗ്രഹത്തെ വിട്ട് അല്ലാഹ് വിദൂരത്താക്കട്ടെ എന്ന് ചിന്തിച്ചു നോക്ക. ചെറിയ കാര്യമല്ലേ അടുത്ത് വരാൻ പോണെ. ഹോൾസെയിൽ ബിസിനസ് തുടങ്ങിയ റമദാനിന്റെ പെരുയാകം കണ്ടാൽ അതിന് മുമ്പ് വിക്കരിച്ച് നിൽക്കാറല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എഞ്ചിനീയർമാരുണ്ടല്ലോ, മാസം എത്ര കിട്ടും? മാക്സിമം 2 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. അതേ എഞ്ചിനീയർ ഗൾഫിലേക്ക് കഴിഞ്ഞാൽ എത്ര കിട്ടണേ? 10 ലക്ഷം. ഇവിടുത്തെ പണി തന്നെ അവിടെ ചെയ്യണേ. എന്തേ? സ്ഥലം മാറി, പണി ഒന്നാ. ഷഅബാനിൽ ഒരു ഫർള് നിൽക്കുമ്പോ ഒരു ഫർളിന്റെ കൂലിയുള്ളൂ. പിറയം കൊടുക്കണ്ട റമദാനിലും കൂടെ ചെയ്താൽ 70,000 ഫർളിന്റെ കൂലിയാ. ടൈം മാറി, സ്ഥലം മാറി, ടൈം മാറി. അല്ലാഹ്, കഴിഞ്ഞ വർഷം അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ നമ്മുടെ വന്യനായ ഖത്തീബ് ഉസ്താദ് മെമ്പറിൽ നിന്ന് പറയുമ്പോൾ എത്ര മനുഷ്യരാ കണ്ണുനീർ വാർത്തത പഠിച്ചവനെ. ഇനി ഇങ്ങനെ ഒരു സലാം കേൾക്കാൻ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകുമോ അല്ലാഹ്? ഷഅബാൻ വരെ എത്തിച്ചു. എന്നാ ഞാൻ സിറ്റ് ഔട്ടിൽ എത്തിയിരുന്നു. ഇനി ഉള്ളിലേക്ക് കയറാം. വാതിൽ തുറന്നാൽ മതി, ഉള്ളിലേക്ക് കയറാം. പാപങ്ങൾ കരിച്ചു കളയാനല്ല ഈ മാസം നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ തമ്പുരാനെ. പൊന്നാര നബിത്തങ്ങൾ എണ്ണിപ്പറഞ്ഞ എല്ലാ ദുസ്വഭാവത്തിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഈ മാസത്തിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പഠിച്ചവനെ മജ്ലിസിൽ വന്ന് ഞങ്ങളൊക്കെ കബൂലാക്കണേ റബ്ബേ. നന്നായിട്ട് ദ്വാരുന്നോ? നല്ല മജ്ലിസാ. ദുനിയാവിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മരണത്തെ പറ്റി ഓർക്കണ്ടാത്ത ഒരൊറ്റ പടുപ്പുകൾ ദുനിയാവിലുള്ളൂ. ഒരൊറ്റ പടുപ്പുകൾ, അത് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. അതിനെ വെച്ചോണ്ടാ ഇപ്പോൾ ആമീൻ പറഞ്ഞു.
മുത്താലിമീങ്ങൾക്ക് മരണത്തെ പറ്റി ഓർക്കണ്ടാണ്. അവരുടെ പവറുകൾ എന്ത് ചെയ്യും? ബാക്കി ആരും അതിൽ നിന്ന് ഒഴിവല്ല. പോട്ടെ പോട്ടെ, എന്താ അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ, ഈ മനുഷ്യന്റെ ജനാസ എന്നിട്ടാ പള്ളിയിൽ നിന്ന് എടുത്തു, ഞാനോടുകൂടി എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോറ് പൂട്ടിയേക്കുവാണ്. ഉടനെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, മയ്യത്തിന്റെ പോക്കറ്റിൽ നോക്കിയാൽ ചിലപ്പോൾ താക്കോലുണ്ടാവുന്നു. പോക്കറ്റിൽ നോക്കിയപ്പോ താക്കോൽ അതിനകത്ത് എടുക്കണം. ആ താക്കോൽ എടുത്താ ഡോറ് തുറന്നു. തൊട്ടപ്പുറത്താണ് ഈ വീട് പറഞ്ഞത്. നിസ്കരിക്കാൻ ഇറങ്ങിപ്പോരുമ്പോൾ എടി ലോക്ക് ചെയ്തേരെ ഞാൻ പോകുകയാ, പറയാൻ നിൽക്കണ്ട. നിസ്കാരം കഴിഞ്ഞു വരുമ്പോ ഡോറയിൽ മുട്ടിയിട്ട് എടി ഞാൻ വന്നു വാതിൽ തുറക്ക്, പറയാൻ നിൽക്കണ്ട. ഭാര്യ അവളുടെ ഇഷ്ടാനുസരിച്ച് അവൾ ഇബാദത്ത് ചെയ്യട്ടെ, പോകാൻ നേരത്ത് ഞാനങ്ങ് പൂട്ടിക്കൊണ്ടു പോകാം. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ആ താക്കോലിട്ട് തുറന്ന് അകത്തേക്ക് കയറാം. പൂട്ടിക്കൊണ്ട് വന്നവൻ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് തുറക്കാൻ വേണ്ടി ചെന്നില്ല. പടപ്പേ, ഇതാ സുബഹത്തഫന തന്തദറുൽ മസാഅത്ത്. ഇന്ന് സൂര്യാസ്തമയത്തിന് ഇവിടെ ഉണ്ടായിരുന്നതാ, നാളെ ഉദയത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഥ പറയണാണോ മലയാള കഥ പറയണാണോ? നമുക്ക് ഓരോരുത്തർക്കും ബാധകമാവുന്ന പച്ചപരമാർത്ഥല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി താക്കോലെടുത്തവനക്ക് ഇപ്പൊ ഈ അവിടെ പോയി തുറക്കാൻ പറ്റുമോ? ഇനി തുറന്നുന്നിരിക്കട്ടെ, ലാഭം കിട്ടുന്ന എന്താ ഉറപ്പ്? ഇനി ലാഭം കിട്ടിയെന്നിരിക്കട്ടെ, കാതി അയലക്കങ്കാരന്റെ സ്ഥലം കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇനി സ്ഥലം കിട്ടിയെന്നിരിക്കട്ടെ, പെര മടിയൂന്ന് വല്ല ഉറപ്പുണ്ടോ? ഇനി പെരയെ മടുത്തുന്നിരിക്കട്ടെ, ഇതെല്ലാം നടന്നുന്നിരിക്കട്ടെ. തുറക്കുകയും ചെയ്തു, കച്ചവടവും ചെയ്തു, ലാഭവും കിട്ടി, അപ്പുറത്തവന്റെ സ്ഥലവും മേടിച്ചു, കെട്ടുവും പണിതു, ഒക്കെ കിട്ടിയെന്നിരിക്കട്ടെ. മോളിൽ 18 വയസ്സുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് മോളിൽ കയറ്റി കിടത്താൻ നിന്റെ പെണ്ണുമുള്ള അമ്മയ്ക്കും അവൾ അടിയിൽ തീ വയ്ക്കും. ബാക്കി എല്ലാം സമാനമുള്ള കാര്യ, പെണ്ണുമുള്ള അമ്മയ്ക്കോ? ആഹാ, ഇപ്പൊ പൈസാങ്കാലത്ത് 18 വയസ്സുകാരിനെ കൊണ്ട് വന്നേക്കണോടാ കിടക്കാൻ മറ്റവനെ എന്ന് പറഞ്ഞിട്ടാണ് കയറി വരൂ. നടക്കുവോ നിങ്ങൾ പറ? അപ്പൊ ഇതൊന്നും മറുപടി അല്ലല്ലോ. പിന്നെ എന്താ മറുപടി? നമുക്ക് കടവർക്കാണ്ടിരിക്കാൻ പോകാൻ പറ്റുമോ? ഒരു ജോലി ചെയ്യാൻ പോകുമ്പോൾ എന്തിനാ ജോലി ചെയ്യണേ എന്നുള്ളതിന്റെ എന്തിനാ ഇത് ചെയ്യണേ എന്നുള്ളതിന്റെ മറുപടി കാണണമെന്നാണല്ലോ ഇപ്പൊ പഠിപ്പിക്കുക തന്നെ. ഇത് എന്തിനാ കച്ചവടം ചെയ്യാൻ പോണേ? വന്നു മറുപടി, പഠിച്ചവനെ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത് നാളെ മഹ്ശറയിൽ 4 വഴിക്ക് ചെലവഴിക്കുന്നതിന് കണക്കേ ചോദിക്കൂല. നബിയുനാ റസൂലുള്ളാഹി. 1 രൂപ 1 രൂപ എങ്ങനെ നീ സമ്പാദിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു എന്ന് കംപ്ലീറ്റ് സമ്പത്തിനെ പറ്റിയും സമാധാനം പറയാണ്ട്. ഹദീസ് അങ്ങനെയല്ലേ? 4 കാര്യത്തിന് സമാധാനം പറയാണ്ട് നിന്റെ പാത അനക്കാൻ അനുവദിക്കില്ല. അതിൽപ്പെട്ടതാണ് സമ്പത്ത്. എങ്ങനെ ഉണ്ടാക്കി? ഒരു കാരക്കല്ലേ 3 അവിടെ കീറിയത്. 1 കഷണം 2 കഷണം തന്റെ മുമ്പിലിരിക്കുന്ന സഹജീവികളായ കൂട്ടുകാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. 1 കഷണം തന്റെ കയ്യിലും വെച്ചോണ്ടിട്ട് പറഞ്ഞു, സിദ്ദീഖേ, ഉമറേ റളിയല്ലാഹു അൻഹുമാ. മറ്റേ കഷ്ണം പിടിച്ചേക്കണവരവരാ. ഈ ഈന്തപ്പനക്ക് പഴത്തിന്റെ കീറിനെ പറ്റിയും അവിടെ സമാനം പറയേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 ഈന്തപ്പഴം 3 കീറിയതായി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എല്ലാത്തിനും സമാനം പറയണ്ടേ? പക്ഷേ അതേ നാവുകൊണ്ട്, ഇത് പ്രഖ്യാപിച്ച പരിശുദ്ധ നാവുകൊണ്ട് ലോകത്തിനോട് പ്രഖ്യാപിച്ചു, 4 വഴിക്ക് നിങ്ങൾ വാരിക്കോരി ചെലവഴിച്ചോ, 1 കണക്കും ചോദിക്കാതെ. ബിഗൈരി ഹിസാബ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കണക്കില്ലാതെ പ്രതിഫലം വാരിത്തരുന്ന നന്മയാണ് 4 ചെലവ്. ഏതാണെന്നറിയോ? 4 ചെലവ്. നഫഖത്തുഹു അലാ അബവൈ, മക്കള് മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്നതിന് കണക്ക് ചോദിക്കാതെ വാരിക്കോരി പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നഫഖത്തുഹു അലാ ഇയാലിഹി, ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും ചെയ്യുന്നത് കണക്കില്ലാതെ പ്രതിഫലം വാരിക്കോരി കിട്ടുന്ന നന്മയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ 2 വന്ന മാസ നഫഖത്തു അലാ സുഹൂരി വ നഫഖത്തു അലാ ഫിത്രി, നോമ്പ് തുറക്കാൻ വേണ്ടി, നോമ്പ് പിടിക്കാൻ വേണ്ടി. കണ്ടില്ലേ നോമ്പ് തുറ? നോമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ദിവസം കിട്ടാത്ത എന്തുകൊണ്ടാ? ബോധമില്ലാണ്ടല്ല. ഇവിടെ ചില ആൾക്കാർ പറഞ്ഞേക്ക ഈ അറബികൾക്ക് വട്ടാണ്. റമദാൻ മാസത്തിൽ അങ്ങോട്ട് അറബിലേക്ക് ചെന്നാൽ വലിച്ചോണ്ട് കിടക്കുകയാണ്. ഹാജി താഴ്ന്ന് പറഞ്ഞ് വിളിച്ചു.
അവർക്ക് വട്ടായിട്ടല്ല. എന്റെ സുപ്രയിൽ ഒരു ഹാജി വന്നിരുന്നാൽ ഒരു കഷ്ണം റൊട്ടി ആ മനുഷ്യനെടുത്ത് കഴിച്ചാൽ എനിക്ക് നാളെ കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന നന്മയാണല്ലോ തമ്പുരാനെ. ഇതന്നെ അങ്കമാലി പള്ളി റംസാൻ 2 വെള്ളിയാഴ്ച പറയേണ്ടി വരുള്ളൂ. 2 വെള്ളിയാഴ്ച ഒരു ദിവസം നോമ്പോർക്ക് ഇത്രയാണ് ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തുനിന്നും വന്നു കൂടുന്നവരോട് നമസ്കരിക്കാൻ വന്നു. അങ്കമാലി മഹല്ലതിർത്തിയിൽ ഒരു 10-60 വീട്ടുകാർ കൂടുതലില്ല. പക്ഷെ ജുമായ്ക്ക് 10,000-2000 ജില്ലാൻ ആളുണ്ട് എല്ലാ ഭാഗത്തും. നോമ്പിനും അങ്ങനെ തന്നെയാണ്. നോമ്പ് തുറക്ക് വന്നങ്ങ് നിറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നകളിൽ നിന്നും ആ ഭവനത്തിന് ഖിയാമത്ത് നാൾ വരെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും ബലമുള്ളൊരു പള്ളിയാണ്. 2 ആഴ്ച പറയേണ്ടി വരുള്ളൂ. 3-ാമത്തെ ആഴ്ച പിന്നെ വേറെ ശൈലിയിലാണ് പ്രസംഗിക്കണേ. 2 ആഴ്ച കൊണ്ട് ഫില്ലാവും. എന്തേ? ഇത് കണക്കില്ലാതെ കൂലി കിട്ടുന്നതാ നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കണത്. അതുപോലെ തന്നെ നോമ്പ് പിടിക്കാൻ വേണ്ടി കൊടുക്കണത്. മറുപടി കിട്ടിയോ? എന്തിനാടാ കച്ചവടം ചെയ്യാൻ പോണത്? കച്ചവടം ചെയ്യുന്നത് ലാഭം കിട്ടാനാണ് റബ്ബേ. ലാഭം കിട്ടുന്ന എനിക്ക് വീടുണ്ടാക്കാനോട് പഠിച്ചവന്. ഞാൻ ഈ മനോഹരമായ വീടുണ്ടാക്കണ എനിക്ക് എടുക്കാനല്ല. നോമ്പിന് മുമ്പ് പാല് കാച്ചണം, തിരക്കായിട്ട് പണിയെടുപ്പിക്കാൻ. എന്തിനാ പണിയെടുക്കുന്നത് പഠിച്ചവന്? ഒരു ദിവസം പോലും ഇതിനകത്ത് ഞാൻ കിടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല റബ്ബേ. പിന്നെ ഞാൻ എന്തിനാ ഇത് പണിയുന്നത്? അല്ലാഹുവേ, എന്റെ ഉപ്പ കിടക്കണം, അല്ലാ എന്റെ ഉമ്മ കിടക്കണം റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവളും എന്റെ പൊന്നോമന മക്കളും എന്റെ പേരെ കുഞ്ഞുങ്ങളും കിടക്കണം തമ്പുരാന്. അവരെത്ര കാലം എന്റെ ഈ ഭവനത്തിൽ കിടക്കുന്നു അക്കാലം മുഴുവൻ എനിക്ക് നാളെ മഹ്ശറയിൽ കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന നന്മയാണല്ലാ. ഞാൻ കാറ് മേടിക്കാൻ എനിക്ക് കയറാനൊന്നും അല്ല. അത് അള്ളാഹ് വിധിച്ച സമയം വരെയൊക്കെ ഞാൻ കയറും. ഞാൻ എനിക്ക് കയറാൻ വേണ്ടിയുള്ള നീയത്തിലല്ല ഞാൻ കാറ് മേടിക്കുന്നത്. പടച്ചവനെ, ഞാൻ ഈ വാഹനം വാങ്ങുന്നത് എന്റെ ഉപ്പാക്ക് സഞ്ചരിക്കണം റബ്ബേ. എന്റെ ഉമ്മ അതിനകത്ത് കയറണം റബ്ബേ. എന്റെ ഭാര്യയും മക്കളും കയറണം തമ്പുരാന്. എന്റെ പേരക്കുഞ്ഞുങ്ങൾ കയറണം റഹ്മാന്. എന്റെ മരുമക്കള് കയറണം തമ്പുരാന്. ഇതൊക്കെ എനിക്ക് നാളെ ആഖിറത്തിലേക്ക് കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന നന്മയാണ് റബ്ബേ. ഇപ്പൊ കാറ് മേടിക്കണേന്റെ മറുപടി കിട്ടിയാ? കച്ചവടം ചെയ്യണേന്റെ മറുപടി കിട്ടിയോ? ഇതാണ് മറുപടി. അപ്പൊ അതിനാണ് കച്ചവടം ചെയ്യാൻ പോണേ. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കണം. എനിക്കിത് വാരി കൊണ്ടുപോകാനല്ല. ജനങ്ങളെ ഇതുപോലെ എന്തിനാണ് മക്കളെ വളർത്തുന്നത്? മറുപടിയാണ്. ഞാൻ ചില സ്ഥലത്ത് ചോദിക്കാറുണ്ട്, എന്താ ഇപ്പൊ മറുപടി? അതിനാ വലിയ പെരുന്നാൾ വരുമ്പോ മുസ്ലിയാരെ നമ്മുടെ ഈ ഇവിടെ പള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് ജുമാഅത്ത് പള്ളിയുടെ പറമ്പിൽ കൊണ്ടുവന്നിട്ട് ഉളുഹിയ അറുത്ത് കൊടുക്കാനാണ് ഞാൻ എൻ്റെ മോനെ വളർത്തുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ ക്ഷീണിക്കാൻ പാടില്ല പൊന്നാര ഹബീബേ. കൂടുതൽ ഇറച്ചി ഉണ്ടെങ്കിലല്ലേ എല്ലാ വീട്ടിലേക്കും ഓരോ കഷ്ണം പോവുള്ളൂ. അപ്പൊ മക്കൾ ക്ഷീണിക്കരുത്, വലിയ പെരുന്നാൾ നമുക്ക് അറുത്തു കൊടുക്കാം. മറുപടിയാണോ? ആർക്കും എല്ലാവർക്കും അങ്ങനെയാണല്ലോ. മക്കൾ ക്ഷീണിക്കാൻ പാടില്ല. ഞാൻ ക്ഷീണിച്ചാലും വേണ്ട, മക്കൾ ക്ഷീണിക്കാൻ പാടില്ല. അത് മറുപടിയാണോ? അങ്ങനെ ഒരു അറക്കൽ ഇവിടെ വലിയ പെരുന്നാളിന് ഇവിടെ ഈ പള്ളിപ്പറമ്പിൽ ഉണ്ടായാൽ ആരെങ്കിലും ആ വലിയ പെരുന്നാളിന് ഇറച്ചി മേടിക്കാൻ വരുമോ? അറുത്ത ഇറച്ചിയൊക്കെ ബാലൻസ് ആവൂലേ? കാരണം ഈ ചോര എവിടെയൊക്കെ തെറിച്ചെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അത് മറുപടി അല്ലല്ലോ. പിന്നെ എന്താണ് മറുപടി? ദേവന്നു മറുപടി, മൻ ഖറഅൽ ഖുർആൻ വഅമില ബിമാ ഫീ അൽബസല്ലാഹു വാലിദൈഹി താജൻ യൗമൽ ഖിയാമ ലൗഹു അശ്റ മിൻ ലൗഹി ശംസി. മറുപടി കിട്ടി. എന്തിനാ ഞാൻ എന്റെ പൊന്നുമക്കളെ വളർത്തുന്നത്? ഭയാനകമായ മനുഷ്യരേല് മനുഷ്യരിങ്ങനെ നെട്ടോട്ടമോടുകയാണ്. ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുണ്ടോ? ഇപ്പൊ പിന്നെ മനുഷ്യരെ യുക്തിപരമായി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ പോയി. ഇപ്പൊ യുക്തിവാദികളുടെ ലോകമാണ്. ആരും ആക്ഷേപം ഒന്നും പറയണ്ടാട്ടാ. മൊബൈൽ ഇങ്ങനെ തോണ്ടിയിട്ട് അല്ലോ റസൂലിനെ പറ്റി പറഞ്ഞു നോക്കിക്ക്, അള്ളാഹിനെ പറ്റി പറഞ്ഞ വർത്താനം കേട്ടോ. മൊബൈലിൽ യുക്തിവാദി പറയണ കേട്ടോണ്ടേ കൂടുതൽ മുസ്ലിങ്ങളാണ്. യുക്തിവാദികളുടെ സംവാദവേദി എടുത്തു നോക്കിക്കോ, സംഘാടകർ കൂടുതൽ എക്സ് മുസ്ലിമാണ്. സംഘടിപ്പിച്ചേക്കുന്നത് കൂടുതൽ എക്സ് മുസ്ലിമാണ്. അഭിമാനത്തോടെ പറയും ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ പുറത്തു പോകുന്നവരാണ്. അഭിമാനത്തോടെ പറയാം. നിരീശ്വരവാദികളുടെ സംവാദവേദി എടുത്തു നോക്കിക്കോ, സംഘാടകർ കൂടുതലും സംഘടിപ്പിച്ചേക്കുന്ന കൂടുതലും മുസ്ലിം നാമധാരികളാണ്. എല്ലാത്തിന്റെ മുമ്പിൽ അങ്ങനെ തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ എക്സൈസ് വകുപ്പ് പറയുന്നു 80% ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണ്. ചിന്തിച്ചു നോക്കിയാൽ 80%.
ഇന്ന ആളമന്നിക്കായി ബറക്കത്തുൻ ഐസറുഹു മൂനത്തുൻ എന്നാണ് നബീന റസൂലുള്ളാഹി. ലളിതമായ വിവാഹത്തിലാണ് അള്ളാന്റെ ബർക്കത്ത്. ഏറ്റവും കൂടുതൽ ആർഭാടം നടക്കണ എവിടെയാ? ഏറ്റവും കൂടുതൽ വിവാഹത്തിൽ ആർഭാടം നടക്കണ എവിടെയാ? ഹിന്ദുവിന്റെ അല്ല, ക്രിസ്ത്യാനിയുടെ അല്ല, മുസ്ലിമിൻ്റെതാണ്. എന്തെല്ലാം പിരാന്ത കാട്ടിക്കൂട്ടുന്നറിയോ? ഈ അടുത്ത ദിവസം കണ്ടതാ ഒരുത്തൻ ഒരു വാട്ടർ ബോട്ടിൽ തോളത്തിട്ട്, ഒരു സ്കൂൾ സഞ്ചിയും പുറത്തിട്ട്, ഒരു കളസമൊക്കെ കയറ്റി പള്ളിക്കുടത്തിൽ പോണ ചെറുക്കൻ്റെ മാതിരി വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. പെണ്ണെട്ടാൻ വന്നങ്ങളെ പുതിയാപ്പിളയെ പറഞ്ഞു. എന്നിട്ട് ആ പടം എൻ്റെ ഫോണിലേക്ക് ഏതോ ഒരു ബോധമില്ലാത്തവൻ അയച്ചു. ഒരു മോനെടുത്ത് തന്നെ കാണിച്ചു. എന്തേവാ അപ്പോൾ ഒരുത്തിന് അയച്ചേക്കണുണ്ടോ? അയച്ചിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയേക്കണം എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിന് ഉത്തരവാദിത്വമില്ല, തിരുത്താൻ നിങ്ങൾക്കൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല. അടിയിൽ എഴുതിയിരിക്കുക. എനിക്ക് അയാളുടെ നമ്പറും അറിയില്ല, ആളെ അറിയില്ല. അറിയാമെങ്കിൽ ഞാൻ മറുപടി കൊടുക്കും. ഞാൻ മാനസിക രോഗീനെ ചികിത്സിക്കുന്ന ഡോക്ടറല്ല, ഭ്രാന്തനെ ചികിത്സിക്കുന്ന ആളല്ല. ഈ ഇരിക്കണൊക്കെ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ആൾക്കാരാ. അറിയാൻ പാടില്ലാത്ത മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ. ഇവനക്ക് ഭ്രാന്താണ്. അവനെ കൊണ്ടേ വല്ല ഊളംപാറയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ കുസുമഗിരി ഉണ്ട്, അങ്ങനെയുള്ളിടത്തിലൊക്കെ കൊണ്ടേയാക്കുക. അറിയാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ ഇപ്പൊ ദുനിയാവിന്റെ അവസ്ഥ എന്നറിയോ? ഇതൊക്കെ ആരാ ഹബീബെ നിയന്ത്രിക്കാൻ? ആരെ കൊണ്ട് പറ്റും? കാരണന്മാർ പറഞ്ഞാൽ അനുസരിക്കോ? കമ്മിറ്റി പറഞ്ഞാൽ അനുസരിക്കോ? ഇമാമ് പറഞ്ഞാൽ അനുസരിക്കോ? നേരെ സദസ്സിൽ ഞാൻ നേരിട്ട് കേട്ടതാണ്. ഖത്തീബ് ഉസ്താദ് നിക്കാഹ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്നെ അവിടെ ഒരു വിളിച്ചിട്ടുണ്ട് കുടുംബക്കാര്. ഈ പയ്യൻ ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ലക്ഷണക്കേട് തോന്നി. കാരണം അവൻ്റെ മീശയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കുക. ഈ ചുണ്ടിലേക്ക് ഇങ്ങനെ വണിഞ്ഞെടുക്കുകയാണ് മീശ എന്ന് പറഞ്ഞാൽ. പണ്ട് കള്ളു കുടിക്കുന്ന ആൾക്കാർ ഈ മീശ ഇങ്ങനെ വളർത്തി താഴത്തേക്ക് ഇടും. എന്തിനാന്ന് വെച്ചാൽ ഈ അട്ടയും പഴുതാരയൊക്കെ അകത്തേക്ക് വേണ്ടിരിക്കാൻ. ഈ കള്ളിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അത് തടയണത് ഈ മീശയാണ് എന്ന് പറഞ്ഞാൽ ഇവന് മീശ പോലും വെട്ടി ഒതുക്കില്ല. അപ്പം തന്നെ ഞാൻ കണ്ടപ്പോൾ ഇത് സംഗതി പന്തികേടുണ്ടല്ലോ എന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി. അത് കഴിഞ്ഞ് ഉസ്താദ് നിക്കാഹ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയ മുമ്പ് പറഞ്ഞ് ടവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാല് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊന്ന് അടങ്ങിപ്പോയി. പെണ്ണെട്ടാൻ വേണ്ടി വന്നിരിക്കണേ ഇറക്കണേ പറഞ്ഞേ, തലയിൽ എന്തെങ്കിലും ഒന്ന് ഇടുന്നു പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം എനിക്ക് ഇവനെ സംഗതി സൂക്കേട് മനസ്സിലായി, ഇവൻ ആള് ശരിയല്ല. എനിക്കൊരു പ്രസംഗത്തിനുള്ള ചാൻസ് തന്നിട്ടുണ്ട് അവിടെ. ഞാൻ നന്നായിട്ട് പൂള് വെച്ച് തന്നെ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പെങ്കൊച്ചിൻ്റെ ഉപ്പ പറയും സൗജത്യക്കാണ്, ഈ വിവാഹം കഴിക്കാൻ വന്നിരിക്കണേ പുതിയാപ്പിള പറയും കബിൽത്തും. ഇതിന് രണ്ടാൾ സാക്ഷി. ഇതാണ് നിക്കാഹിന്റെ ഒന്നാമത്തെ ഘടകം. രണ്ടാമതിന് ഇവിടെ നമ്മളൊക്കെ കൂടി എന്തിനാണെന്നറിയോ? ആശംസ നേരാനാണ്. തങ്ങളൊരു നിക്കാഹിൽ പങ്കെടുത്താൽ തങ്ങൾ ആശംസ നേരും ദമ്പതികൾക്ക്. അത് ബാറക്കല്ലാഹു ലക്കുമാ ബാറക്കലൈക്കുമാ വജമാ ബൈനക്കുമാ ഫീ ഖൈർ എന്നാണ് ആശംസ നേരുക. നമ്മൾ ഇത്രയും ആളുകൾ കൂടി ഈ പുതിയാപ്പിളേനെ കയ്യെ പിടിച്ച് ഇത് പറയാൻ നിന്നാൽ ഇന്ന് വൈകുന്നേരം ആവണതിന് മുമ്പ് ഇവന്റെ ജീവൻ പോവും. അപ്പൊ അതിനുള്ള മാർഗം എന്താണ്? അത് നമുക്ക് ഇമാമിയങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരാള് ഒരു നല്ല മനുഷ്യൻ ദുആ ചെയ്യുക, ബാക്കി എല്ലാവരും അതിനെ അനുകരിച്ച് പിന്നെ പിന്തുണച്ച് ആമീൻ പറയുക എന്ന് പറഞ്ഞാൽ കുല്ലു ആമീൻ ദുആ നബീന റസൂലുള്ളാഹി. ആമീൻ പ്രാർത്ഥനയാണ്. ഖുർആനൊക്കെ എടുത്തു നോക്കിയാൽ ധാരാളം കാണാം. ഒരു നബി ദുആ ചെയ്യുന്നു, മറ്റേ നബി ആമീൻ പറയുന്നു. അപ്പൊ ആമീനും ദുആയാണ്. അപ്പൊ ഒരാൾ ദുആ എടുക്കും, നമ്മളെല്ലാവരും ആമീൻ പറയും. ഇത് ഞാൻ കണക്കാക്കി തന്നെയാണ് പറഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞവൻ തലയിൽ ടവലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നിക്കാഹൊക്കെ കഴിഞ്ഞു. അവിടെ കൂടിയതിൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് വെച്ച ആളാണ്. മൂപ്പര് ദ്വാരക്കയാണ്. ഇവന്റെ ഇങ്ങനെ തന്നെ ഇരുന്നോടെ ആ കയ്യെന്ന് പറഞ്ഞാൽ ഇവനെ ഇവനെ നന്നാക്കണേ പഠിച്ചോനെ ആ മനുഷ്യൻ പറയണേ. അവൻ ഇങ്ങനെ തന്നെ ഇരുന്നു. പോട്ടെ, തലയിൽ ടവലിടൽ ഹറാമ്. ആരെങ്കിലും നിന്നെ അള്ളാഹ് നന്നാക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് ആമീൻ പറയൽ ഹറാമ്. ഓക്കെ, നമ്മളെ സമ്മതിച്ചു. എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ ഉസ്താദെന്നും പറഞ്ഞാൽ വെജിറ്റേറിയൻ്റെ ഭാഗത്തുകൊണ്ട് എന്നെ അവിടെ ഇരുത്തി. ഞാനൊരു ഭയങ്കര ഒച്ചപ്പാട് കേട്ടപ്പോൾ സ്റ്റേജിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവനും കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാ സ്റ്റേജിൽ നിന്നിട്ട് ഇവനെ ഇത് മൊത്തം ഇങ്ങനെ അങ്ങോട്ട് വാരി എന്തൊക്കെയോ വിതറി ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ചാടുകയാണ്. അതിന്റെ കൂട്ടത്തിൽ കൊരവ. എന്റെ ബഹുമാനികളെ, ഈ കൊരവയിടലും ഈ പൊട്ടിക്കലും ഈ അന്യ സ്ത്രീയും പുരുഷനും കൂടി ഒരുമിച്ച് നിന്ന് ഈ തുള്ളലും എല്ലാം മുഅക്കദായ സുന്നത്തല്ല, ഫർള്. ഇതാരെ കൊണ്ട് തിരുത്താൻ പറ്റും? അതാ പറഞ്ഞ, ഇതാരെ കൊണ്ട് തിരുത്താൻ പറ്റും? ഇതൊക്കെ അവനക്ക് ഫർള്, മറ്റത് ഹറാമ്.
ഇതിന്റെ പേരല്ലേ പിരാന്തെന്നാ തിരുത്താൻ നമുക്ക് പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കൂടി വരിക ഞാൻ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കി പരിശോധിച്ചാല് കുടുംബ കോടതി ചെന്ന് നോക്കിയാ കുടുംബ കോടതിയിൽ മഹല്ല് കമ്മിറ്റിക്കാർക്ക് ഒന്നിനും നേരമില്ല. കുടുംബ കലഹങ്ങൾ തീർക്കാനേ നേരമുള്ളൂ. തലാഖ് ഏറ്റവും കൂടുതൽ സമുദായത്തിൻ്റെതാണ്. എന്നാ പൊന്നാരബിത്തങ്ങൾ പറഞ്ഞ ഇന്ന അബ്ഗദൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്, അല്ലാഹുക്ക് ഏറ്റവും കോപമുള്ള പണി തലാഖാണ്. തങ്ങളെ പണി ചെയ്യല്ലേ, ഇതല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? ഇതല്ലേ ഏറ്റവും കൂടുതൽ തലാഖ് എടുക്കുന്ന ഈ സമുദായത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ എല്ലാത്തിന്റെയും മുമ്പന്തിയിൽ എടുത്തു നോക്കിക്കോ, എല്ലാ ധിക്കാരത്തിന്റെയും എല്ലാ അധർമ്മത്തിന്റെയും പള്ളിക്കൂടത്തിൽ ചെന്ന് നോക്കിയ പള്ളിക്കൂടത്തിന്റെ കവാടത്തിൽ പോയി നോക്ക്. ഒരു ഇവിടെ ഇരിക്കുന്ന താടിയും തലയൊക്കെ നരച്ച ആൾക്കാരോടും ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ നല്ല പ്രായത്ത് ഒരു കലാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇറങ്ങി വരുവാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടി ഉരുമി ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ നിങ്ങൾ നേരിട്ട് അതിനകത്ത് ഇടപെടും. ഇനി ആരാ നീക്കും? അപ്പൊ അവൻ പറയും, ഞാൻ കുഞ്ഞികൃഷ്ണന്റെ മോനാണ്. ഈ പെണ്ണേതാ? അത് നമ്മുടെ കുഞ്ഞോമാക്കയുടെ മോളാണ്. ഇനി മേലാൽ നീ ഇവളോട് വർത്താനം പറയാനാണ്ട് അടിച്ചതിന്റെ പല്ല് അടിച്ചടിക്കും. നമ്മൾ പറയുമായിരുന്നു ഒരു 25 കൊല്ലം മുമ്പ്. ഇന്ന് സ്വന്തം മകളെ ആ കലാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുത്തൻ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തോണ്ട് ഇറങ്ങി വരുമ്പോൾ പിതാവാകുന്ന നിനക്ക് ചോദിക്കാൻ തന്റെ ഇടമില്ല, ചോദിക്കാൻ നിയമമില്ല. ചോദിച്ചാൽ നിന്നെ പിടിച്ചകത്താക്കും. സ്കൂളിൽ പിള്ളേരെ വിടണ്ടേ? മൊബൈൽ തുറന്നാൽ അശ്ലീലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മൊബൈൽ വീട്ടിൽ കൊണ്ടുവരണ്ടേ? നിങ്ങളൊന്ന് പറ, നമ്മുടെ മക്കളെ വളർത്തണ്ടേ ഈ ദുനിയാവില്? ഇപ്പൊ ഞാൻ എന്തെല്ലാം അവിടെ പറഞ്ഞു. നിരീശ്വരവാദത്തിലേക്ക് കൂടുതൽ മക്കള്, യുക്തിവാദത്തിലേക്ക് നമ്മുടെ മക്കള് കൂടുതല്, പിന്നെ ആർഭാടത്തിലേക്ക് കൂടുതല്, കുടുംബ ബന്ധം തകർന്നതിൽ കൂടുതല്, സ്കൂളിലെ ധർമ്മങ്ങൾ അധർമ്മമായി തകർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും കൂടുതല്. ക്രിസ്ത്യാനി കുട്ടിയെ ശാന്തമായിട്ട് ഇറങ്ങി വരും, ഹിന്ദു പെൺകുട്ടി ശാന്തമായിട്ട് ഇറങ്ങി വരും. ഒരു ഷാളിട്ട മുസ്ലിം പെൺകുട്ടി ഇറങ്ങി വന്നാൽ അവളുടെ ചുറ്റും ആൺകുട്ടികൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മക്കളെ സ്കൂളിൽ വിടണ്ടേ? നമ്മുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മൊബൈൽ വേണ്ടേ? എന്താടോ പരിഹാരം? അതാ പറഞ്ഞു വന്നത്, മൻ ഖറഅൽ ഖുർആൻ വഅമില ബിമാ ഫീ അൽബസല്ലാഹു വാലിദൈഹി താജൻ യൗമൽ ഖിയാമ. പറഞ്ഞു തന്നെ ഇതാ, നമ്മുടെ മക്കളെ ഇവിടെ വളർത്തണ്ടേ? ഇതിന്റെയൊക്കെ ഇടയിലിട്ട് ഇവിടുന്ന് ലഹരി മാറ്റിയിട്ട് മക്കളെ വളർത്താൻ പറ്റുമോ? സ്കൂളിലെ അവസ്ഥ മാറ്റിയിട്ട് പള്ളിക്കൂടത്തിൽ വിടാൻ പറ്റുമോ? മൊബൈലിനകത്തുനിന്ന് ഹറാമ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റുമോ? എന്താണ് പരിഹാരം? പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. ശ്രദ്ധിച്ചോ, നമ്മുടെ വീട് ഇതിലൊരു പുഴ ഒഴുകിയാണ്, ഒരു പുഴ. ആ പുഴയുടെ അരികിലാണ് നമ്മുടെ സ്ഥലം. 5 സെന്റ് സ്ഥലമേ നമുക്കുള്ളൂ. അതിനകത്ത് അമ്മ വീട് വെച്ചു, അമ്മ കല്യാണം കഴിച്ചു, ആദ്യത്തെ കുട്ടിയുണ്ടായി. കുട്ടി ഇങ്ങനെ പിച്ച നടന്നു തുടങ്ങി. നമുക്കാകെ അസ്വസ്ഥത. തൊട്ടടുത്തോടെ പുഴ ഒഴുകുകയാണ്. വേലി കെട്ടിയിട്ട് എന്ത് കാര്യം? മഴ നിറഞ്ഞ മഴയത്ത് വെള്ളം കയറി വരൂലേ? പടച്ചവനെ, എന്റെ കൊച്ചു പുഴയിലേക്ക് പോയാ മയ്യത്തായി പോവുല്ലോ അല്ലാ. എന്താ പരിഹാരം? പരിഹാരം പുഴ വലിച്ചു മാറ്റുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരോട് പറയണം, ഈ പുഴേനെ ഇവിടുന്ന് വലിച്ചിട്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയിട്ട് അപ്പുറത്തോടെ മാറ്റി വിട്ടോളണം. എനിക്കിവിടെ വീടുണ്ട്, അതുകൊണ്ടിട്ട് എനിക്കിവിടെ എൻ്റെ കൊച്ചുങ്ങളും മരിക്കാതിരിക്കാൻ. ഇതാണ് പരിഹാരം. പുഴേനെ കെട്ടി വലിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ വിളിച്ചുകൊണ്ടണം. എന്നിട്ട് പുഴേനെ കയറിട്ട് വലിച്ചുവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ കുട്ടികളൊന്നും വെള്ളത്തിൽ പോവില്ല. മയക്കുമരുന്നിനെ ഈ കേരളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ മക്കളെ പള്ളിക്കൂടത്തിൽ വിടാൻ പറ്റുമോ? തൊട്ടടുത്തിരിക്കണോനെ തിന്നണേ. ഞങ്ങളുടെ അവിടെ സ്കൂളിൽ നിന്നിട്ട് 1000 രൂപയുടെ മയക്കുമരുന്ന് സ്കൂളിൽ നിന്ന് പിടിച്ചു. എക്സൈസ് സ്കൂളിൽ നിന്ന്. പൊന്നാര ഹബീബെ, പുഴേനെ കെട്ടി വലിക്കലും നടക്കൂല. അത് ഞാൻ ചുമ്മാ കളിയാക്കാൻ പറഞ്ഞതാ. പിന്നെ എന്താ പരിഹാരം? നടക്കാൻ പ്രായമാകുന്ന നമ്മുടെ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണം. നീന്തൽ പഠിച്ചാൽ കുട്ടി അറിഞ്ഞു ചാടട്ടെ അറിയാതെ ചാടട്ടെ, അവൻ കയറിപ്പോരും. ഒറ്റ മാർഗമുള്ള നീന്തൽ പഠിപ്പിക്കുക. ഇന്ന് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തെന്നല്ല, ഇന്ന് ദുനിയാവിൽ നമ്മുടെ മക്കളെ ഒരു സ്കൂളിൽ കൊണ്ടുവന്നാക്കണമെങ്കിൽ, ഒരു കല്യാണം കഴിപ്പിക്കണമെങ്കിൽ, പുറത്തേക്ക് ഇറക്കി വിടണമെങ്കിൽ നമ്മുടെ മക്കളെ നീന്തം പഠിപ്പിക്കണം. ഏതാണ് നീന്തം? ഇതാണ് നീന്തൽ. നീന്തൽ പഠിപ്പിക്കുന്ന പരിശീലന കേന്ദ്രം ഇതാണ്. അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം വഇമാദുദ്ദീൻ നബീന റസൂലുള്ളാഹി. നിന്റെ മോനെ പിടിച്ചിട്ട് ഒരു പുഴയിലേക്ക് ഇട്ടു, നീന്തൽ അറിയാൻ പാടില്ല.
പന്നി ഒഴുകുന്നു, അതിലെ ചത്ത പന്നി, ചത്ത പട്ടി ഒഴുകുന്നു, പാമ്പൊഴുകുന്നു, കുരങ്ങൊഴുകുന്നു, കന്നാലി ഒഴുകുന്നു. നിന്റെ മോനും ആ കൂട്ടത്തിലങ്ങ് ഒഴുകിപ്പോവും. നേരെ മറിച്ച് നീന്തലറിയുന്ന മോനെ നീ അങ്ങോട്ട് പിടിച്ചിട്ടാൽ ആ മോൻ പട്ടിയുടെയും പന്നിയുടെയും ശവത്തിന്റെ കൂടെ ഒഴുകൂല, അവൻ നീന്തി കരയിലേക്ക് കയറും. അതിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് വിട്ട് നീന്തൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ചോക്ലേറ്റ് നീട്ടുന്നു തന്റെ സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ആകുന്ന ചെറുപ്പക്കാരൻ. ഹൈക്കോടതി ഇന്നാളൊരു ഒരു അഭിപ്രായം പറഞ്ഞോ, ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ. എന്ത് ചെയ്യൂ? ഒരു പെണ്ണ് നോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ എന്നെ തൊടണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൊടണ്ടെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അടുത്തേക്ക് വരുന്ന ആൺകുട്ടിയോട് നീ എനിക്ക് ചോക്ലേറ്റ് തന്നോ നിർബന്ധമുണ്ടല്ലേ? അതെ, ഞാനൊരു ചോക്ലേറ്റ് നിനക്ക് സമ്മാനിക്കാൻ. ശരി, ഉള്ള കയ്യിലേക്ക് വെച്ചേരെ. വച്ചു, അത് മേരെ ബാഗിലേക്ക് ഇട്ടു, കാരണം ഒരുമിച്ച് പഠിക്കുകയാണ്. ടാറ്റ, നീ എന്റെ ശരീരത്തൊന്നും തൊടണ്ട, വേറെ നിലക്കൊന്നും നീ എന്നെ ബന്ധപ്പെടണ്ട. ചോക്ലേറ്റ് സ്വീകരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. തൊട്ടടുത്തിരിക്കുന്നവൻ മയക്കുമരുന്നാകുന്ന ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എന്റെ നബി തങ്ങളുടെ സഹാബിയാകുന്ന ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, എന്റെ കയ്യേലെങ്ങാനും ലഹരി തൊട്ടാൽ ആ കൈ ഞാൻ കട്ട് ചെയ്യുമെന്നാണ് പഠിപ്പിച്ചതെങ്കിൽ ഈ ചോക്ലേറ്റ് എനിക്ക് ആവശ്യമില്ല, ഞാനത് തൊടില്ല. ഈ ചോക്ലേറ്റ് ഞാൻ തൊട്ടാൽ എന്റെ ഉമ്മാനെ കൊല്ലേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തും, എന്റെ ഉപ്പാനെ മഴുകൊണ്ട് കൊത്തേണ്ട അവസ്ഥയിലേക്ക് എനിക്കെത്തും, എന്റെ കുടുംബം വെണ്ണീറായി പോകും, എന്റെ ഭാവി എല്ലാ നിലയ്ക്കും ഇരുളടഞ്ഞു പോകും. അതുകൊണ്ട് ഈ ചോക്ലേറ്റിലേക്ക് ഞാൻ തൊടില്ല. അതിന്റെ പേരാണ് തഖ്വാന്റെ വിജ്ഞാനം എന്ന് പറയുന്ന നീന്തൽ. അത് പഠിപ്പിക്കാതെ നമ്മുടെ മക്കളെ ഇന്ന് പുറത്തേക്ക് വിടാൻ പറ്റൂല. പൊന്നു ഹബീബെ, ഇപ്പൊ പറഞ്ഞു വന്നെന്താ അവിടെ ശ്രദ്ധിച്ച്, എന്തിനാ മക്കളെ വളർത്തണേ? അത് അതിന്റെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇത് ഒത്തിരി കേട്ടി പറഞ്ഞു എന്നുള്ളൂ. അഡ്വാൻസ് ആയിട്ട് കേട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ നാവേൽ അത് വന്നു, അങ്ങനെ വന്നപ്പോ പറഞ്ഞു എന്നുള്ളൂ. എല്ലാത്തിലും മുൻപന്തിയിലേക്ക് നമ്മുടെ മക്കളാണ്. പരിഹാരം ഒന്നേ ഉള്ളൂ, നമ്മുടെ മക്കൾ. എന്തിയപ്പോ നിരീശ്വരവാദികളും യുക്തിവാദികളും പറയുന്നതിന് മറുപടി കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അതാ നീന്തൽ പഠിച്ചില്ല എന്ന് പറഞ്ഞ്. നീന്തൽ പഠിച്ചാൽ നിങ്ങൾ മതം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടത്തെ എത്രയോ മതങ്ങൾ ലോകത്തുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ മാത്രമാണ് എടുത്ത് ആക്ഷേപിക്കണുള്ളൂ, വേറൊരു മതത്തിനെ ആക്ഷേപിക്കണില്ല. നമ്മുടെ മക്കൾ ചോദിക്കും, എടോ ഇവിടെയുള്ള എല്ലാ മത ആചാര്യന്മാരെ നിങ്ങൾ വിമർശിക്കണ്ടേ? നിങ്ങൾ നബീനെ മാത്രമാണല്ലോ വിമർശിക്കുന്നത്. യേശു ക്രിസ്തു പിതാവില്ലാതെ ജനിച്ച മനുഷ്യനല്ല, ജാരസന്തതിയാണെന്ന് നിങ്ങൾ എന്താ പറയാത്ത? ആരും പറയില്ല. രാമനാ രാവണനെ കൊന്നത്, പക്ഷെ രാമൻ കൊലയാളിയാണെന്ന് ഒരു നിരീശ്വരവാദിയും പറയില്ല, ഒരു യുക്തിവാദിയും പറയില്ല. അവര് പറയുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊലയാളിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നു. നിങ്ങൾ വേറെ ഏതും കേൾക്കണ്ടോ? നമ്മുടെ മക്കള് മറുപടി കൊടുക്കണമെങ്കിൽ നമ്മുടെ മക്കൾ നീന്തം പഠിച്ച മക്കളാകണം. അപ്പൊ എന്തിനാ മക്കളെ വളർത്തണത്? മഹ്ശറ വൻസഭയിൽ മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ, മഹ്ശറ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടൊന്നും കാണണ്ട കേട്ടോ. മഹ്ശറയിൽ മനുഷ്യന്മാരെ വിളിച്ചോണ്ടെന്നറിയോ? പടച്ചവനെ ഞങ്ങളെ നീ നരകത്തിലേക്ക് മാറ്റിത്താട്ടെ അല്ലാഹ്. ഇതാ മഹ്ശറ. ആ മഹ്ശറയിൽ അല്ലാഹു തആല 4 സ്വഭാവക്കാരെ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ ഓതി വെച്ച ഹദീസ്. ശ്രദ്ധിച്ചോ, എന്റെ അർത്ഥം പറയാം. മഹ്ശറയിൽ 4 വിഭാഗത്തിന് അല്ലാഹു മഹ്ശറയിലിട്ട് കൈകാര്യം ചെയ്യും. മഹ്ശറ നിസ്സാരമല്ല. നെട്ടോട്ടമോടുമ്പോൾ, എന്തിനാ മക്കളെ വളർത്തുന്നതിന്റെ മറുപടി പറഞ്ഞേ? നെട്ടോട്ടമോടുമ്പോൾ ചില സ്ത്രീ പുരുഷന്മാർ, അവർക്ക് യാതൊരു അസ്വസ്ഥതയില്ല, വലിയ ആദരിക്കപ്പെട്ട ഇരിപ്പിടങ്ങളിൽ അവരെ ഇരുത്തിയിരിക്കുന്നു. അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരികയാണ്. ഈ കെട്ടിടം ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. എന്തുണ്ടാ? എല്ലാം ഇവിടെ ഉള്ളത് തന്നെയല്ലേ? ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് പിന്നെ അക്കാഡമി എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം എല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം എന്താണ്? അവിടെ ഒരു തിളക്കമുണ്ട്. ആ തിളക്കമുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ തിളക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ നെട്ടോട്ടമോടുമ്പോൾ ഇതാ ഒരു തിളക്കം. ആളുകൾ ശ്രദ്ധിക്കുന്നു. എന്താണ് ഈ തിളക്കം കാണുന്നത്? കുറെ സ്ത്രീ പുരുഷന്മാരുടെ തലയിൽ ചൂടിച്ചിരിക്കുന്ന കിരീടങ്ങളാണ് ആ പ്രകാശം. ഉടനെ ജനങ്ങൾ അന്തം വിട്ടുകൊണ്ട് ആരാണ് റബ്ബേ എന്ന് എല്ലാവരും നെട്ടോട്ടോടുകയാണ്. പടച്ചവനെ, ആരാണ് ഈ സ്വതന്ത്രമായും സ്വസ്ഥമായിരിക്കുന്ന വിഭാഗം തമ്പുരാനെ?
അപ്പൊ റബ്ബിന്റെ ഭാഗത്തുനിന്ന് പരിചയപ്പെടുത്തുന്നു, ഈ ഇരിക്കുന്ന സ്ത്രീകൾ ആരാണെന്നറിയോ, പുരുഷന്മാരാരാണെന്നറിയോ? ഇവർക്ക് അല്ലാഹു തആല മക്കളെ നൽകി. മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി. ഇവർക്ക് അല്ലാഹു തആല മക്കളെ നൽകി. ആ മക്കളെ ഇവരെന്ത് ചെയ്തു? ഖുർആൻ പഠിപ്പിച്ചു. പരീക്ഷാശാലയാണ് കേട്ടോ ഇത്, പരീക്ഷാശാലയായത്. ഈ പരീക്ഷാ ഹാളിൽ ഇപ്പൊ SLCക്ക് നമ്മുടെ മക്കള് പരീക്ഷ എഴുതുന്നുണ്ട്, +1 ഒക്കെ. എത്ര ചോദ്യം എന്നറിയോ? ഇവിടെ 2 ചോദ്യം ഉള്ളൂ. ഇവിടെ 2 ചോദ്യം. ഈ പരീക്ഷാ ഹാളിൽ 2 ചോദ്യം ഉള്ളൂ. ഒന്നാമത്തേത് മക്കൾ, രണ്ടാമത്തെ സമ്പത്ത്. ഈ 2 ചോദ്യം ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം നിങ്ങളെടുത്ത് പരിശോധിച്ചു. ഇത് രണ്ടും നിങ്ങളുടെ പവർ കൊണ്ട് കിട്ടിയതല്ല. എന്റെ ആരോഗ്യമാണ് എനിക്ക് മോനെ കിട്ടിയത്, എന്റെ സൗന്ദര്യമാണ് എനിക്ക് മോളെ കിട്ടി, ഇതൊന്നുമല്ല. എത്ര ആരോഗ്യവാന്മാർ, എത്രയോ സൗന്ദര്യവതികൾ ഈ സ്റ്റേജിലേക്ക് വന്ന് എന്റെ തൊട്ടും എന്നോട് ഉസ്താദേ 8 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞില്ല. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബർക്കത്തുണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്തുണ്ട്. ഞാൻ പറയാം, ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പിന്നീട് പറയാം. അടുത്ത വർഷം ഇവിടെ ഈ പരിപാടി നടക്കുമ്പോ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ അല്ലാഹുവേ എന്നോട് ദുആർക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് നീ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഇച്ചിരി കഴിയുമ്പോൾ പറഞ്ഞുതരാം. അൽഹംദുലില്ലാ, നല്ല അനുഗ്രഹീതമായ മജ്ലിസാണ് അൽഹംദുലില്ലാ. ചില സ്ഥലത്തൊന്നും ഒരനക്കം ഉണ്ടാവില്ല. ഇവിടെ ദുആർക്കാൻ വേണ്ടി കാത്തിരിക്കുക, ആമീൻ പറയാൻ, തങ്ങളുടെ പേര് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ സലാത്തിയല്ല. കാരണം എന്താണെന്നറിയോ, എന്തെങ്കിലും ദുആ പറയുമ്പോഴത്തേക്കും കൈ വെക്കണം ആൾക്കാർ. ചിലരുടെ ചുമ്മാ എങ്ങനെ ഈ മുട്ടിച്ചെടി വെച്ചങ്ങനെ അടങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ എവിടെ പോയാലും 2 മണിക്കൂറൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയും. ചില ആൾക്ക് പോയി കണ്ണടച്ചു എന്ന് പറയും. എല്ലാ സദസ്സും ഒരുപോലെ അല്ലല്ലോ, എല്ലാ മണ്ണും ഒരുപോലെയല്ല, എല്ലാ പഴങ്ങളും എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. പടച്ചവനെ, ഇനി ദുനിയാവിൽ ഞങ്ങളെ നീ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ അല്ലാ, നാളെ ആഖിറത്തിൽ അർശിന്റെ തണലിൽ ഞങ്ങളിൽ നിന്ന് ഒരാളെയും സബാനിയാക്കൾ പിടിക്കാതെ പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്കും ഞങ്ങളുടെ ഉസ്താദന്മാർക്കും ഞങ്ങളുടെ ഇണകൾക്കും പൊന്നോമന മക്കൾക്കും അടക്കം അർശിന്റെ തണലിൽ കൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനി ഒന്നും ഇങ്ങനെ അവസരം ഇല്ലാന്നുള്ള എനിക്ക് ആമീൻ പറഞ്ഞോട്ടോ. എനിക്ക് പടച്ചവനെ ഇനി ഇങ്ങനെ ഒരു മജ്ലിസിൽ വന്നിരുന്ന് എത്ര അനുഭവം ഉണ്ടോ മാനുകളെ, എത്ര അനുഭവം. മല്ലം യത്തഅലബി മൗതി അഖീഹി ഫലാ വഅലഹുല്ലാ. നിന്റെ കൂട്ടത്തിൽ നിന്ന് ഓർണതിനെ കൊണ്ടുവന്ന് മണ്ണിന്റെ അടിയിലേക്ക് വെക്കണത് കണ്ടിട്ട് നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ പറ്റിയൊരു വഴല് ദുനിയാവിലില്ല. അതാണ് ഏറ്റവും വലിയ വഴല്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവർക്ക് എന്താ ഈ പദവി കിട്ടിയേക്കണെന്നറിയോ? ഇവർക്ക് അല്ലാഹു തആല മക്കളെ നൽകി. ആ മക്കളെ അള്ളാഹുവിന്റെ നിഅമത്താന്ന് പറയട്ടോ. പടച്ചോൻ തന്നിരിക്കുന്ന പരീക്ഷണം. രണ്ടാമത്തെ സമ്പത്ത്. ഇതൊന്നും നിങ്ങളുടെ കഴിവുകൊണ്ടല്ലാന്ന് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എൻ്റെ ഉസ്താദന്മാരുടെയും മാതാപിതാക്കളുടെയും കുരുത്തോണ്ട് എനിക്ക് കഴിയും. ഞാൻ ആ രീതിയിലേക്ക് സംസാരം കൊണ്ടുപോണില്ല. ഇതെല്ലാം മോമിനിയങ്ങള് മോമിനാത്തുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ശൈലിയിലേക്ക് വർത്താനം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അള്ളാഹ് നമുക്ക് ഇതൊരു അനുഗ്രഹമാണിത്. എത്രയോ ആളുകൾ ഇത് കിട്ടാതെ വിഷമിക്കുന്നു. അപ്പൊ അൽഹംദുലില്ലാ, ഈ മക്കളെ ഇവർക്ക് ഈ മക്കളെ അല്ലാഹു തആല നൽകിയിട്ട് ആ മക്കളെ അവരെന്തെന്ന് പറഞ്ഞോ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു. പഠിപ്പിക്കൽ മാത്രമല്ല, ആ പഠിച്ചത് കൊണ്ട് ആ മക്കൾ അമൽ ചെയ്തു. ഇവിടെ അപ്പുറത്ത് ഖുർആൻ ഹിഫ്ളിന്റെ ഒരു സ്ഥാപനമാണ് അപ്പുറത്തുണ്ടാക്കിയേക്കണം. ഇപ്പൊ അങ്ങനെ ഒരു പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കൊച്ചുണ്ടായി കഴിയുമ്പോൾ തന്നെ നേർച്ച വെക്കാം, എൻ്റെ മോളെ ഞാൻ ഹാഫിളത്താക്കിയേക്കാം, എൻ്റെ മോനെ ഞാൻ ഹാഫിളാക്കിയേക്കാം, അത്ര തന്നെ. അതിങ്ങനെ തത്തമ്മ പൂച്ചാന്ന് ഇതിങ്ങനെ കേട്ട് പറഞ്ഞത് കാണാൻ പഠിക്കും. എനിക്ക് അതിനോടൊരു യോജിപ്പുമില്ല. ഖുർആൻ ഹിഫ്ളാക്കണം. കാരണം നാളെ ഖബറിൽ ജനാസ മണ്ണ് തൊടാത്ത ഒരു പടപ്പാണ് ഖുർആൻ പാടാക്കിയ മനുഷ്യൻ. പക്ഷെ അതിനോടൊപ്പം എന്ത് ചെയ്യണം? ഇതും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ അപ്പുറം എന്താണ് ഈ ഞാൻ പഠിച്ചത്, ഞാൻ എന്താണ് ഈ കാണാതെ പറഞ്ഞു പഠിച്ചത്, അത് ഇവിടെ വന്നിട്ട് പഠിക്കണം. അപ്പോഴേ ഇത് ശരി. അതിനാണ് അമില ബിമാഫി എന്ന് പറഞ്ഞത്. ചുമ്മാ പഠിച്ചിട്ട് അങ്ങ് പോവല്ലേ. ഇന്ന് അങ്ങനെ ഒരു വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഈ എത്ര എണ്ണ ഈ വടക്കേൻ്റെ എന്നൊക്കെ വന്നെന്നറിയോ? കണ്ട മെക്കാട് പണിക്കും കണ്ട തോട്ടിപ്പണിക്കും ഒക്കെ ആയിട്ട് വരികയാണ്. ചോദിച്ച് അന്വേഷിക്കുമ്പോ അവനൊക്കെ പലരും ഹാഫിലിങ്ങളാ. അങ്ങനെയുള്ള ഹാഫിലല്ല നമുക്ക് വേണ്ടത്. ഖുർആൻ പഠിക്കുകയും അതുകൊണ്ട് ആ മനുഷ്യൻ അമല് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പഠിച്ച് അമല് ചെയ്ത മക്കളുടെ ഉമ്മയാണ് ഈ കാണുന്നത്, ഉപ്പയാണ് ഈ കാണുന്നത്. യാതൊരു അസ്വസ്ഥതയില്ല. നമ്മുടെ മക്കളെ നമ്മൾ എന്തിനു വളർത്തുന്നതിന്റെ ഒരു മറുപടി
ജനങ്ങളെ, മഹ്ശറയിൽ മനുഷ്യൻ ഭയപ്പെടുന്ന 3 രംഗങ്ങളുണ്ട്. ഒന്ന്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. നീ ഭൂമുഖത്ത് ജീവിച്ചപ്പോ നീ നന്മയാണോ കൂടുതൽ ചെയ്തത്, തിന്മയാണോ കൂടുതൽ ചെയ്തത്? ഇത് നിന്നെ ബോധ്യപ്പെടുത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് മീസാൻ. അങ്ങോട്ട് ചെല്ലുമ്പോ ഭയങ്കര പരിഗണനയാ. അവിടെ എത്രയും മുമ്പും കൂടെ അടുത്തേക്ക് വിളിച്ചിട്ട് സർവ്വജനങ്ങളും കേക്കുമാർ വിളിച്ചു പറയുന്നു, ഈ വന്നതിരിക്കുന്നത് അബൂബക്കറിന്റെ മകൾ ആയിഷയാൻ, അബ്ദുറഹ്മാന്റെ മകൻ അബൂബക്കറാൻ. ഒരു കാലത്തും പരാജയപ്പെടാതെ ഈ മനുഷ്യൻ വിജയിച്ചിരിക്കുകയാണ്. ഇതവിടെ വിളിച്ചു പറഞ്ഞ വർത്താനം അന്തം വിടും. പടച്ചവനെ, ഇത്രയും വലിയ പരിഗണനയോ? ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എന്റെ പേരങ്ങ് വിളിച്ചു പറഞ്ഞല്ലോ. അതാ രണ്ടാമത്തെ സ്ഥലത്തേക്ക് വരികയാണ്. നിങ്ങളുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തതായ ഗ്രന്ഥം. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. പടച്ചവനെ, എന്റെ ഗ്രന്ഥം മുൻവശത്ത് വലത്തെ കൈയിലൂടെ കിട്ടുമോ റബ്ബേ? അതെയോ തലക്ക് മുകളിലൂടെ ബാക്കിലേക്ക് കടന്നുകൊണ്ട് അല്ലാഹുവേ വളരെ ദുർഘടമായ നിലയ്ക്ക് ഇടത്തെ കൈയിലൂടെ കിട്ടുമോ പടച്ചവനെ? ഇങ്ങനെ ഭയപ്പെട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതാ ആദരവോടെ നിന്നെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ വലത്തെ കൈയിലേക്ക് ഗ്രന്ഥം തരികയാണ്. അത്ഭുതപ്പെടുകയാണ് പടച്ചവനെ, അല്ലാഹ് കാണുന്നതല്ല. അടുത്തത് മീസാനിന്റെ അടുത്തല്ല, സിറാത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സർവ്വ മനുഷ്യരും ഭയപ്പെടുന്നതാണ്. അതായത് ഭയാനകമായ നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ടതായ സ്ഥലമാണ് സിറാത്ത്. അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് വിളിക്കുന്നു, അല്ലാഹുമ്മ സല്ലിം സല്ലിം. പോരെ സഹോദരി, യാ റബ്ബി സല്ലിം സല്ലിം, ഇങ്ങോട്ട് പോരെ സഹോദര. അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, യാ റബ്ബി മാലി ഹാദാ. പടച്ചവനെ, ഇതെല്ലാം അല്ലാഹുവേ ഞാൻ ഇത്രമാത്രമൊക്കെ എനിക്ക് കിട്ടാൻ, ദുനിയാവിൽ ഞാൻ അത്രമാത്രമൊന്നും ചെയ്തില്ലല്ലോ തമ്പുരാനെ. ഇത്ര വലിയ പരിഗണന എനിക്ക് ഇവിടെ കിട്ടാനേ, ഞാൻ അത്രമാത്രം അമലൊന്നും അവിടെ ചെയ്തില്ലല്ലോ പടച്ചവനെ. എനിക്ക് എന്താണ് ഇത്ര മഹത്വം കിട്ടിയത് റബ്ബേ? പടച്ചവന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയപ്പെടുന്നു, ബിദുആഇ വലദിക നബിയുനാ റസൂലുള്ളാഹി. നിന്റെ പൊന്നുമോന്റെ ദുആ, നിന്റെ പൊന്നുമോക്കട ദുആ, അതാണ് ഈ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഉയർത്തപ്പെട്ടത്. എന്തിനാ മക്കളെ വളത്തിന് മറുപടി കിട്ടിയോ? മഹ്ശറയിൽ കിട്ടിയോ? മീസാനിൽ കിട്ടിയോ? സിറാത്തിൽ കിട്ടിയോ? കിതാബിൽ കിട്ടിയോ? ഒരു മനുഷ്യൻ മരിച്ചാൽ കബറിലേക്ക് എത്തുന്ന എല്ലാം മുടങ്ങിയെങ്കിൽ തങ്ങൾ എണ്ണി പറഞ്ഞതിൽപ്പെട്ടതാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. 3 മുറിയില്ലാത്തെന്ന് പറഞ്ഞു. സദഖത്തുൻ ജാരിയ അതേ കാണും. സിനിമാ കൊട്ടയാണോ പടുത്തു വെച്ചേക്കണത്? നമ്മളൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്തും അവിടെ 4 മണിക്ക് എഴുന്നേറ്റ് ഓത്തു തുടങ്ങി. ഈ നാടിന് അല്ലാഹു തആല തരുന്ന ബർക്കത്ത് ചെറുതൊന്നുമല്ല. ഇവിടെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും ദീനി ഉലൂമുകളും സവിസ്തരം. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്ത് ദീനീ ദഅവത്തിന് ആവശ്യമാകുന്ന അത്യന്താപേക്ഷിതമാകുന്ന വിവിധ ഭാഷാ പഠനങ്ങൾ ഇതൊക്കെ അവിടെ ചെയ്യാ. സദഖത്തുൻ ജാരിയ കിട്ടിയില്ലേ? 3 ഒരു മനുഷ്യൻ മരിച്ചാൽ നിൽക്കണത്, ബാക്കി നിലനിൽക്കണത്, ബാക്കിയെല്ലാം മുറിഞ്ഞു. നിസ്കാരം മുറിഞ്ഞു, നോമ്പ് മുറിഞ്ഞു, സക്കാത്ത് മുറിഞ്ഞു, ഹജ്ജ് മുറിഞ്ഞു, എല്ലാം മുറിഞ്ഞു. മുറിയാതെ ഖബറിടത്തിലേക്ക് കിട്ടുന്ന 3. ഒന്ന് സദഖത്തുൻ ജാരിയ, രണ്ടാമത്തേത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. എല്ലാ ദിവസവും നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ ഇന്നുണ്ടോ എന്നാ ചോദിക്കണേ. ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തി നോക്ക്. നമ്മൾ ഈ പാടുവിട്ട് നിങ്ങളെ വളർത്തിയിട്ട് എന്ത് കിട്ടി? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ശൈത്താൻ ഈ ദുനിയാവിൽ മാത്രമേ നമ്മളെ ഉപദ്രവിക്കുള്ളൂ, ദുനിയാവിൽ മാത്രം. നാളെ മഹ്ശറയിൽ നമ്മളെ ഉപദ്രവിക്കുന്ന വർഗമാണ് നമ്മുടെ മക്കള്. അല്ലാഹുമ്മ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്. പടച്ചവനെ, ഈ ഭയാനകമായ ശിക്ഷയിലേക്ക് ഞങ്ങളെ എത്തിച്ച് നിൽക്കുന്ന എന്റെ തന്തയാണ് അല്ലാഹ്, ഈ നിൽക്കുന്ന എന്റെ തള്ളയാണ് റബ്ബേ. ഇവരുടെ നെഞ്ചത്ത് ഞാനൊന്ന് ചവിട്ടിക്കൊണ്ട് എന്റെ ശിക്ഷയ്ക്ക് ഞാനൊരു അളവ് കാണട്ടെ അല്ലാഹ്. ഒന്ന് കിടത്തിത്താട്ടെ, ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്ക റബ്ബേ. ഒരു ശൈത്താൻ അവിടെ അത് വരില്ല. ശൈത്താൻ അവിടെ ആ രീതിയിൽ ഒന്നുമില്ല. ശൈത്താൻ ദുനിയാവിലെ നമ്മളെ ബുദ്ധിമുട്ടിക്കണുള്ളൂ. ഇതാണ് മക്കളെ. ഞാൻ ചുമ്മാ ആത്മപരിശോധന നടത്ത്. ഈ പാടുപെട്ട് വളർത്തിയത് പടച്ചവനെ ഇതിൽ ഏതിലാന്ന്? നബി തങ്ങളല്ലേ പറഞ്ഞ വിശാലമായൊരു മൈതാനം, നിറയെ മനുഷ്യന്മാര്, എല്ലാവരും ഇങ്ങനെ തിരക്കായിട്ട് എന്തൊക്കെ പറക്കി എടുത്തോണ്ടിരിക്കുകയാണ്. ഒരാളവിടെ സ്വസ്ഥമായിരിക്കുന്നു. ആലോചിച്ചു, നിങ്ങളെന്താ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്? ഇവരെന്തായി പറക്കണത്? അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് പറക്കണു, എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം. മനസ്സിലായില്ലല്ലോ ഒന്നും. ഇതെല്ലാം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകളാണ്. ഇവരെല്ലാം ഈ പറക്കിയെടുത്തോണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ലോകത്ത് ചെയ്ത പ്രാർത്ഥനകളാണ്. നിങ്ങളുടെ മെമ്പർ ഉണ്ടായ കാലം മുതല്
اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات. അങ്ങനെ ഒരു ദുആ ഇല്ലാത്ത ഒരു മെമ്പർ ഈ ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇവർ പറക്കിയെടുത്തോണ്ടിരിക്കുന്നത്. മരിച്ച ആത്മാവുകളാണ്. ഞാൻ അതിനകത്ത് ഇടപെടാത്ത എന്തുകൊണ്ടാണ്? എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ മോൻ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ മോനാണ്. എന്റെ മോൻ ഖുർആൻ മനപ്പാടാക്കിയതാ. ആ മോൻ മനപ്പാഠമാക്കി, അതനുസരിച്ച് അവൻ പഠിച്ചു. ഇപ്പോൾ അവൻ ശരിക്കും കച്ചവടക്കാരനാണ്. പക്ഷെ അവൻ കച്ചവടം നടത്തുന്നുവെങ്കിലും അവന്റെ നാവിലൂടെ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഴിച്ചുവിട്ട ഒട്ടകം പോലെ ഓതിക്കൊണ്ടേയിരുന്നില്ലെങ്കിൽ വിട്ടുപോകും. കച്ചവടം ചെയ്യുന്ന എന്റെ മോൻ ഇത് ഓതിക്കൊണ്ടിരിക്കുക. 30 ജുസ് തീരുമ്പോൾ അവൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഞാൻ ഈ ഓതിയ പരിശുദ്ധ കലാമിന്റെ മിഥ്ലസവാബ് എന്റെ വാപ്പാക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. എന്റെ മകൻ ഓതിയിട്ട് എനിക്കതിന്റെ കൂലി ഹദിയ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പോയി കിടന്ന് തട്ടിപ്പറിക്കേണ്ട ആവശ്യമില്ല. പറ, ഇരിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ മക്കളല്ലേ? നിങ്ങളുടെയൊക്കെ വാപ്പാക്ക് വേണ്ടി എന്ത് ചെയ്തു? ഉമ്മാക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതി, ഒരു 3 ഇഖ്ലാസ് ഓതി, ഒരു ഫലക്കും നാസ് ഓതി, ഒരു 10 സലാത്തി എല്ലി, അല്ലാഹ് എന്റെ ഖബറിൽ കിടക്കണേ, എന്റെ ഉപ്പിച്ചിക്ക് ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് പറയുന്ന എത്ര മക്കളുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ? നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വെറും ആബാവുക്കും തബറുക്കും അബനാക്കും. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മക്കളും ചെയ്യുന്നായി പറഞ്ഞത്. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മക്കളും ചെയ്യും. എത്ര പേരിവിടെ ചെയ്യുന്നുണ്ട്? ചെയ്യണുണ്ട്. എത്ര പേരെന്നാ എന്റെ ചോദ്യം. നിങ്ങളൊക്കെ ഒരേ ഉമ്മാടെ മാപ്പാടെ മക്കളല്ലേ? നമ്മൾ നന്മ ചെയ്യുന്നോണ്ട് നമ്മുടെ വാപ്പായും ഉമ്മായും ഉയരുമല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ ഇത് മനസ്സിലാക്കി തന്നത്? നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്. നമ്മൾ നന്മ ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ഉമ്മ രക്ഷപ്പെടുകയാണ്, നമ്മുടെ പാപ്പ രക്ഷപ്പെടുകയാണ്. നമ്മൾ നിസ്കരിക്കുന്നതിന്റെ പേരിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുകയാണ്. സഹോദരിമാരെ, നമ്മൾ നല്ല വേഷം ധരിച്ചതിന്റെ പേരിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഉമ്മായും പാപ്പായും രക്ഷപ്പെടുകയാണ്. എത്രയുണ്ട് പറ. എന്റെ സഹോദരങ്ങളെ, 3 കിട്ടുന്ന ഒന്നത് ഇവിടെ കണ്ടത്. ഞാൻ പറഞ്ഞു വന്നതാണ്. ഒന്നാമത്തെ സദഖത്തും ജാരിയ, അതേ നിൽക്കുള്ളൂ. രണ്ടാമത്തേത് ദുആ ചെയ്യുന്ന മക്കള്. അത് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങാത്ത മക്കൾ ഇത് ഉണ്ടാവില്ല. മൂന്നാമത്തെ ഇൽമുൻ യുന്തഫഉ ബി, അത് ഇവിടുന്ന് തന്നെയാ. ഫലപ്പെടുന്ന വിജ്ഞാനം. നിങ്ങൾക്കൊരു അറിവ് കിട്ടി, അത് നിങ്ങൾ വേറെ ആർക്ക് പറഞ്ഞു കൊടുത്തു. അത് അയാൾ അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പോകുന്ന വിജ്ഞാനം നാളെ ഖബറിലേക്ക് നിലനിൽക്കുന്ന നന്മയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് 3 ഒത്തിണങ്ങിയതാണ് ഈ സ്ഥാപനം. 3 ഒത്തിണങ്ങിയതാണ്. അവസരങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്താൻ പറ്റിയെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. നിങ്ങൾ ചുമ്മാ ഉപയോഗപ്പെടുത്തണ്ട. ഇത്രയും ജനത്തിനെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടാവുന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നെന്താ, നമ്മുടെ മക്കള് ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാവൂലോ. ഇത് വിദേശികൾക്ക് മാത്രമൊന്നും ഉള്ളതല്ല. എൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു പയ്യൻ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവൻ ഈ നാട്ടുകാരനാണ് ഉസ്താദ്. എന്നോട് പറഞ്ഞു, ഇവൻ ഈ നാട്ടുകാരനാണ്. ഈ നാട്ടുകാരായത് കൂടുതൽ ഫലപ്പെടുത്തേണ്ടത്. എന്റെ ജനങ്ങളെ, നമ്മുടെ മക്കള് നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പൊ പലർക്കും ഒക്കെ ഇപ്പൊ അങ്ങനെ വിഷമമുണ്ടല്ലോ, എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇവിടെ ഈ അടക്ക കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മാതിരി അടക്കാമരല്ല ഇവിടെ ഉണ്ടാവുക. അടക്ക കുഴിച്ചിട്ടാ തെങ്ങുണ്ടാവും ഇവിടെ. ഞങ്ങളുടെ നാട്ടിൽ അടക്ക കുഴിച്ചിട്ടാ ഈ ആദ്യം അടക്കാമരം ഉണ്ടാവും, എന്നിട്ട് അതിൽ അടക്ക ഉണ്ടാവും. അടക്ക കുഴിച്ചിട്ടാ തെങ്ങുണ്ടാവോ? നിങ്ങൾ എന്താണോ കുഴിച്ചിട്ടത് അതേ മുളയ്ക്കൂ. പടച്ചവനെ, എന്റെ മോൻ ഈ പറഞ്ഞപ്പെട്ട നിലയിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ അല്ലാഹ്. നിങ്ങളിപ്പോ എങ്ങനെ ചിന്തിക്കായിരിക്കും? അല്ലാഹുവേ, മഹ്ശറയിൽ എനിക്ക് ഈ രീതിയിൽ കിരീടം ചൂടാൻ എന്റെ മക്കളെ കൊണ്ട് എനിക്ക് ഫലമില്ലല്ലോ. മഹ്ശറയിൽ നേരത്തെ പറഞ്ഞ 3 സ്ഥലത്തും ഭയപ്പെടുന്നിടത്തിൽ മക്കളുടെ ദുആ കൊണ്ട് എനിക്ക് രക്ഷയില്ലല്ലോ. പടച്ചവനെ, ഭയാനകമായ മഹ്ശറയിൽ മക്കളുടെ ദുആ കൊണ്ടിട്ട് ഇങ്ങനെ സ്വസ്ഥമായിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്കില്ലല്ലോ. നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന് അവസാനം ഞാൻ ഒറ്റമൂലി പറഞ്ഞുതരാം. ആ വിഷമിക്കാനുള്ള കാരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അതായത് നമ്മുടെ കുഞ്ഞ് ആ നിലയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി വരച്ച് കാണിച്ചു തരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ 16ാമത്തെ വയസ്സെത്തുന്നത് വരെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ലോകാനുഗ്രഹി നബിയുനാ റസൂലുള്ളാഹി വരച്ച് കാണിച്ചു തരുന്നു. നമ്മൾ ആരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇദാ ഉലിദ വലദൻ, ഒരു കുഞ്ഞ് ജനിച്ചാൽ അദ്ദന ഫീ ഉദ്നിഹിൽ യുംന, ഉണ്ടായാൽ അപ്പ തന്നെ വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്.
നിങ്ങളിത് കേൾക്കുമ്പോൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. എനിക്ക് ഇത്ര മക്കളുണ്ടായല്ലോ അല്ല, ഇതിൻ്റെ ഒന്നും ചെവിയിൽ ബാങ്ക് വെക്കാമത്തും പള്ളിയിലെ മോദിയും വേണ്ട. നമ്മൾ തന്നെ നമ്മളെ സഹോദരിമാരെ ഇപ്പൊ പ്രസവമൊക്കെ ലേബർ റൂമിലാണല്ലോ. ഞാൻ ഗൗരവത്തോടൊരു കാര്യം പറയാൻ കേട്ടോ, നിങ്ങൾ എന്നോട് ശ്രദ്ധയോടെ ഈ പോയിന്റ് നിങ്ങൾ കേൾക്കണം. 60% ഇന്ത്യ രാജ്യത്തെ ആതുരാലയങ്ങളും ആശുപത്രികളും രോഗിയെ ചികിത്സിക്കുന്നത് അയാളുടെ മതവും ജാതിയും വർണ്ണവും വർഗവും നോക്കിയിട്ടുള്ള നിലവാരത്തിലേക്ക് തരം താഴ്ന്നു പോയി. 60% ഹോസ്പിറ്റലുകൾ, 40% ആശുപത്രികളെ രോഗികളെ ചികിത്സിക്കുന്നവരുള്ളൂ. എന്ന് പറഞ്ഞാൽ ആംബുലൻസ് വരികയാണ് സൈറൻ വിളിച്ചോണ്ട്, കാവൽക്കാർ ഗേറ്റിംഗ് വെക്കണ പാറാവാരം കൈ കാണിക്കും. എന്തായാലും ഇത് ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുന്ന രോഗിയാണ്. എന്താ പേര്? അബ്ദുൽ ഖാദർ. ഗെറ്റ് ഔട്ട്. നേരെ കണ്ടില്ലേ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ന് ഹോസ്പിറ്റലുകളിൽ 60% ആ നിലക്കുള്ള നശിച്ച ചിന്താഗതിയിലേക്ക്, തീവ്രവാദ ചിന്താഗതിയിലേക്ക് ഹോസ്പിറ്റലുകൾ മാറ്റപ്പെട്ട കാലമാണ്. അതുകൊണ്ട് ചികിത്സിക്കാൻ പോകുന്ന ആശുപത്രിയെ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിട്ടേ പോകാവുള്ളൂ. ലേബർ റൂമിലേക്ക് നിന്റെ മോളെ അല്ലെങ്കിൽ നിന്റെ ഭാര്യനെ, നിന്റെ മരുമകളെ അത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നീ തയ്യാറാവുമ്പോ ഗൈനക്കോളജിസ്റ്റിനെ നീ കാണണം. പ്രസവിച്ച ഉടനെ കുഞ്ഞിന്റെ വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും ഞങ്ങൾക്ക് ഒരു മന്ത്രം ചൊല്ലിക്കൊടുക്കാനുണ്ട്. നിങ്ങൾ അതിനുള്ള സൗകര്യം ലേബർ റൂമിന്റെ അവിടെ ചെയ്തു തരുമോ? ഇല്ല, ചേട്ടൻ കീറി തന്നേരെ. ഇത് നമ്മൾ ധൈര്യം കാണിക്കണം. അങ്ങനെ അനുവദിക്കുന്ന ഹോസ്പിറ്റലുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. എനിക്ക് 4 ആൺകുട്ടികളാണ്, 3 വിവാഹം കഴിച്ചു. 3 ആൺമക്കളിൽ എനിക്ക് 6 പേരക്കുഞ്ഞുങ്ങളുണ്ട്. 6 പേരക്കുഞ്ഞുങ്ങൾ. 6 ലേബർ റൂമിന്റെ ഉള്ളിൽ കയറി ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ അവസരം കിട്ടി. അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് ഞാൻ എൻ്റെ മരുമക്കളെ, എനിക്ക് 4 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല. എൻ്റെ മരുമക്കളെ ഞാൻ പ്രസവത്തിന് തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ള ഹോസ്പിറ്റലിലാണ്. പേരും പറഞ്ഞുതരാം. എനിക്ക് ആ മൂപ്പര് കൈ മുടക്കുന്ന എന്നിട്ട് പറഞ്ഞല്ല ഞാനിത്. ആലുവ ടൗണിന്റെ ഹൃദയഭാഗത്തുണ്ട് ഒരു ഹോസ്പിറ്റൽ, നജാത്ത്. ഞാനിപ്പോ തൊപ്പി ഊരി സ്പീച്ച് ഞാൻ എൻ്റെ വെച്ചേക്കുക. നജാത്ത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഡോക്ടർ അബ്ബാസ് ഒരു സമയത്തും തൊപ്പി ഊരാത്ത മനുഷ്യനാ, ഒരു സമയത്തും തൊപ്പി ഊരാത്ത മനുഷ്യൻ. നജാത്ത് ഹോസ്പിറ്റലിൽ മുസ്ലിം പെൺകുട്ടികൾ നഴ്സുമാരുണ്ടെങ്കിൽ പറഞ്ഞ മക്കനെ ഫർള. മഗ്‌രിബ് നമസ്കാരം കഴിയുമ്പോൾ സബാറക്കല്ലിൽ സൂറത്തുൽ മുൽക്ക് അവിടെ ഓതും. എല്ലാ രോഗികളുടെയും റൂമിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. എല്ലാ റൂമിലും തബാറക്കല്ലതി കേൾക്കും. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകം ഷിഫായ്ക്ക് വേണ്ടി ദുആ ചെയ്യും. ഞാൻ ആ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത്. നമ്മൾ ചുമ്മാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിന് സൗകര്യം ഇല്ലെങ്കിൽ പ്രസവിപ്പിക്കാൻ അവിടെ നമ്മൾ തയ്യാറാകരുത്. പ്രസവം കഴിഞ്ഞ ഉടനെ ഇത് ശ്രദ്ധിച്ചോട്ടോ, ഞാൻ പുടുപുടുന്നങ്ങ് പറയാം. 16ാമത്തെ വയസ്സ് വരെ തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഇതൊക്കെ കുഴപ്പത്തിന്റെ ഒന്നാം കാരണം ഇതാണ്. ഒന്നാമത്തെ കാരണം ഇതാ, നിങ്ങൾക്ക് ഇപ്പൊ ഇടങ്ങേറ് പറ്റിയോ? കുടുംബത്തിൽ കുഴപ്പമാണോ? നിങ്ങൾ കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ ആട്ടി ഓടിച്ചൂടോ? നിങ്ങളുടെ കച്ചവടത്തിൽ പരാജയമാണോ? റസൂലുള്ളാഹിനെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയിടോ? നിങ്ങളുടെ പൊതുപ്രവർത്തനം പരാജയമാണോ? നബിത്തങ്ങളെ ഇടിച്ച് വെളിയിലാക്കിയിടോ? തങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നില്ല. മക്കളെ കൊണ്ട് ഇടങ്ങേറാണോ? റസൂലുള്ളാഹിനെ നിങ്ങൾ ആട്ടി പുറത്താക്കി. തങ്ങള് പറയാണ്, ജനിച്ചാൽ ഉടനെ ബാങ്ക് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ മധുരം കൊടുക്കണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് തുഹ്റ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുക്കും. ജനിച്ച അതേ കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ചം കൊടുക്കുകയാണ്. വന്നവര് കാരക്ക കൊടുക്കും. തങ്ങളത് വായിലിട്ട് ചവച്ച് ലായനിയാക്കും, ദ്രാവക രൂപത്തിലാക്കും. തൊട്ടു കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ ഒരു കുഞ്ഞിന് തൊട്ടു വെച്ചു കൊടുക്കുമ്പോൾ അത് മൂത്രമൊഴിച്ചു. റസൂലുള്ളാഹിന്റെ മടിയിൽ മൂത്രമായി. തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറയുകയും ആ മൂത്രത്തിലേക്ക് വെള്ളം കൊടയുകയും ചെയ്തു. മൂത്രമായ ഭാഗം നബിത്തൾ കഴുകിയില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ. ഉണ്ടായ ആൺകുഞ്ഞ് 2 വയസ്സ് എത്തുന്നത് വരെ മുലപ്പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മൂത്രം വീഴുന്ന ഭാഗം
വെള്ളം കൊടഞ്ഞാൽ മതി എന്ന് പരിശുദ്ധ റസൂൽ. ആ സ്ഥാനത്ത് ഇന്ന് ജനിച്ച പെൺകുഞ്ഞ് മൂത്രമൊഴിച്ചാൽ ആ മൂത്രമൊഴിച്ച ഭാഗം വൃത്തിയായി കഴുകണമെന്ന് പരിശുദ്ധ റസൂൽ. എന്താണോ മുസ്ലിയാർ അങ്ങനെ? അത് അന്വേഷിക്കടാ. കോടിക്കണക്കിന് രൂപ ഇവിടെ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞ് ശമ്പളം മേടിക്കണവരെ നീയൊക്കെ അന്വേഷിക്ക്. എന്താണ് പെൺകുട്ടിയുടെ മൂത്രം കഴുകണമെന്ന് ഇസ്ലാം പറഞ്ഞത്? എന്താണ് ആൺകുട്ടിയുടെ തളിക്കണമെന്ന് പറഞ്ഞത്? ഞങ്ങളുടെ പണി അതിന്റെ വശങ്ങൾ അന്വേഷിക്കലല്ലടാ, അതിന്റെ ശാസ്ത്രീയ വശം നീ അന്വേഷിച്ച് കണ്ടെത്ത്. ഞങ്ങളുടെ പണി എന്താണ്? സമീന വാത്തഴിന. ഞങ്ങളുടെ റസൂലുള്ള എന്തു പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾ കേൾക്കും, നടപ്പിലാക്കും. ഇതാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾ ഇതിന്റെ ശാസ്ത്രീയ വശം അന്വേഷിക്കലല്ല. ഞങ്ങളുടെ പണി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക വഖിനാ അദാബന്നാർ. ഈ ആകാശങ്ങളെയും പ്രപഞ്ചത്തെയും ഇതിനെയെല്ലാം അല്ലാഹുവേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല തമ്പുരാനെ, നീ ഇതിനെല്ലാം വ്യക്തമായ ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചതാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക വഖിനാ അദാബന്നാർ. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. നരകത്തെ തൊട്ട് നീ എന്നെ കാക്കണേ പടച്ചവനെ. നമ്മുടെ പണി അതാണ്. നമ്മുടെ പണി അതാ, നരകത്തെ തൊട്ട് കാക്കണേ പടച്ചവനെ. നിന്റെ പണിയാ. ഞങ്ങളുടെ നബി പറഞ്ഞു പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കുന്നു. നിന്റെ പണിയാ അതെങ്ങനെ ഉദിക്കണേന്ന് കണ്ടെത്തണ പണി. അത് നീ അന്വേഷിച്ച് കണ്ടെത്ത്. ഇതൊക്കെയാണോ കുഴപ്പം? നമ്മൾ തീവ്രവാദികളായിട്ടല്ല, നമ്മൾ രാജ്യദ്രോഹികളായിട്ടുമല്ല, നമ്മൾ ടാക്സ് കൊടുക്കാത്തവരായിട്ടുമല്ല, നമ്മൾ നോട്ട് പൂഴ്ത്തി വെച്ചവരായിട്ടല്ല, നമ്മൾ ഭരണകൂടത്തിനെ തകിടം മറിക്കുന്നവരായിട്ടല്ല. പിന്നെ എന്തേ നമ്മളെ ആക്രമിക്കുന്നത്? നിന്റെ വിശ്വാസം, നിന്റെ ആദർശം, നിന്റെ സംസ്കാരം ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലം ഞങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ഈ ലോകത്ത് നിലനിൽക്കില്ല. ഇത്രയുള്ളൂ കാര്യം, ഇത്രയുള്ളൂ കാര്യം. ഇങ്ങനെ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് അക്ഷരം പഠിക്കാത്ത അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി തങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൊന്നു ഹബീബേ, നമ്മുടെ ഈ തൈരിനകത്തായി എണ്ണ ഇരിക്കണം, നമ്മൾ പുറത്തേക്ക് അന്വേഷിച്ച് നടക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പന്നി ഒഴുകണ രീതിയിൽ നമ്മുടെ മക്കൾ ഒഴുകുന്നു. എന്തുകൊണ്ട്? മക്കൾക്ക് നീന്തൽ അറിയില്ല. ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ പെൺപിള്ളേരെ പോലെ മുടി കെട്ടിക്കൊണ്ട് കിടക്കണ ആൺപിള്ളേരെ ചുമ്മാ നല്ല വാക്ക് പറഞ്ഞ് തടഞ്ഞു നിർത്തിട്ട് പേര് ചോദിച്ചേ 90% കാക്കാ പിള്ളേരാ, മുസ്ലിം പിള്ളേരാ. നിങ്ങൾ നോക്ക്, ബനിയനും ജീൻസും ഇട്ടുകൊണ്ടിട്ട് കോളേജിൽ പോണ പെൺപിള്ളേരെ ചുമ്മാ തടഞ്ഞു. തല്ലുള്ളൂ കേട്ടോ അതിനൊക്കെ. എന്നാലും അന്വേഷിച്ചു നോക്ക്, 90% താത്താ പെൺപിള്ളേരാ. എന്തേ? ഞങ്ങൾക്കറിയില്ല. ഇവിടെ മാത്രം മുടി, ഇവിടെ മാത്രം ചുറ്റും ഇങ്ങനെ നൈസാക്കി വെട്ടിയിരിക്കുകയാണ്. ഞാനിത് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. ഞാനത് ശരിയായിട്ട് കണ്ടത് ഇസ്രായേലിൽ ചെന്നപ്പോഴാണ്. കംപ്ലീറ്റ് ജൂതപ്പിള്ളേരും ചെയ്യുന്ന പണിയതാ. കാരണം അവർക്കത് അങ്ങനെ ചെയ്യുന്നോണ്ടിട്ട് അവരുടെ മതത്തിന്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പുരോഹിതന്മാരിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തൊപ്പി വയ്ക്കും. അവരുടെ നാടന്മാരുടെ ഇത്രയും ഭാഗത്ത് മാത്രം ഒട്ടിച്ചു നിൽക്കുന്ന കേപ്പ് വയ്ക്കും. ചെറുപ്പക്കാര് പിള്ളേരെന്ത് ചെയ്യും? ചുറ്റും മുടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ മാത്രം അവരുടെ സുന്നത്തായിട്ടുള്ള മതത്തിന്റെ സംസ്കാരം നിലനിർത്തും. അതാണ് നമ്മുടെ കാക്കാ പിള്ളേർ വെച്ചേക്കണേ. നിങ്ങളെടുത്ത് നോക്കുക, ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ പിള്ളേരല്ല അത് കൂടുതൽ നടത്താൻ നമ്മുടെ മക്കളാണ്. എന്തുകൊണ്ട്? ശവത്തിന്റെ കൂടെ ഒഴുകുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട അറിയില്ല. പോട്ടെ പോട്ടെ പോട്ടെ, ഇവിടെ ശ്രദ്ധിച്ച് മധുരം കൊടുക്കണം. അപ്പൊ ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ കൂടി കിട്ടിയാൽ വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മോനോട് വിളിക്കാൻ വേണടാ, വാപ്പാനെ കൂടെ വിളിച്ചാടാ, ഞാൻ കാരക്ക ഉണർന്നിട്ടുണ്ട്, വാപ്പാടെ വായിലിട്ട് ചവച്ചിട്ട് കൊച്ചിനെ അതും കൂടെ കൊടുക്കാൻ പറ. വാപ്പായാ? ആ വാപ്പ അവിടെ നിന്ന് വീഡിയോ വിളിക്കുവാണ്. എന്റെ പൊന്നു മോനെ എന്നാ വിളിക്കണ്ടാടാ. എന്നാ നിന്റെ അമ്മാച്ചനെ വിളിച്ചാടാ, അമ്മാച്ചനോട് വരാൻ പറയാടാ. അമ്മാച്ചന്റെ വായിൽ പാമ്പിരാഗ് വെച്ചേക്കോണ്ട്. എന്നാ അമ്മാച്ചനെ വിളിക്കണ്ടാടാ. ഇതാ ബാഗിനകത്ത് ഞാൻ തേൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ആയിത്തിരി അങ്ങോട്ട് തൊട്ട് കൊടുക്കും. അത് മതി. ചവച്ച് തുപ്പാൻ പറ്റിയ വാപ്പായും ഇല്ല, അമ്മാച്ചനും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് തേൻ തൊട്ട് കൊടുക്കാം. തീർന്നില്ല. ഉണ്ടായ ഉടനെ ഏഴിന്റെ ദിവസം കൂടെ എത്തിയാൽ 16 വയസ്സുവരെയും വരച്ച് കാണിക്കുക അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ഏഴാമത്തെ ദിവസം അങ്ങ് എത്തിയാൽ അഴുക്ക് നീക്കണമെന്നാണ്. അതായത് മുടി വടിച്ചെടുക്കുക. ഇതൊന്നും എന്റെ കുഞ്ഞിന് ചെയ്തില്ലല്ലോ എന്ന് നിരാശപ്പെടുന്നവർക്ക് ഒരു ഒറ്റമൂലി ലാസ്റ്റ് തരാം. കാരണം സംഗതി പിടിവിട്ടു പോയില്ലേ. പിടിവിട്ടുപോയാ പിന്നെ എന്താ ഒരു പിടിയുണ്ട് അവസാനം. പറഞ്ഞുതരാം. ഇപ്പൊ നിർത്തിയേക്കാം കേട്ടോ, സമയം ഇനി നിസാര സമയമുള്ളൂ. ഇൻഷാ അല്ലാഹ് മണി
10:15 കഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ഇനി ദുനിയാവിൽ കൂടിയില്ലെങ്കിൽ പൊന്നാര ഹബീബിന്റെ അടുത്ത് കൂടാൻ അല്ലാഹുമ്മക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാണ്ട് വേറെ ബക്കറ്റും പാത്രമൊന്നും ഇല്ലല്ലേ? അതോടെ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞോളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാരും ഇതിൻ്റെ ബന്ധപ്പെട്ടതിൻ്റെ ഖാദിമ്യങ്ങളും ഒക്കെ സ്വപ്നം കണ്ട നിലവാരത്തിലേക്ക് അല്ലാഹു ഇവിടെ കാണുന്നതിനെല്ലാം പടച്ചവൻ ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പൂർത്തിയാവും. നേരത്തെ പറഞ്ഞാൽ ചുമ്മാ ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞേക്കണം വർത്താനമല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് അവസരം തരാട്ടോ, അവിടെ ശ്രദ്ധിച്ചോ. ഞാനിതൊന്നും അങ്ങോട്ട് പുടുപുടുവെന്നങ്ങ് പറഞ്ഞു തീർക്കാം. 16 വയസ്സ് വരെ മുടി വടിച്ചെടുത്തിട്ട് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി ഒരു തട്ടിൽ ആ മുടി വെക്കുക, മറ്റേ തട്ടിൽ നമ്മൾ പൈസ ഉള്ള ആളാണെങ്കിൽ സ്വർണം വെക്കുക, പൈസ കുറഞ്ഞ ആളാണെങ്കിൽ വെള്ളി വെക്കുക. എന്നിട്ട് ആ സ്വർണ്ണോ വെള്ളിയോ സദക്കാ ചെയ്യുക. ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അത് അന്ന് തന്നെ ചെയ്യണ്ട, മുടി വടിച്ചെടുത്തിട്ട് സുരക്ഷിതമായിട്ട് പൊതിഞ്ഞു വെക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാ? കുളിപ്പിച്ച് പേരിടണം. തങ്ങൾ പറയാ നിങ്ങളുടെ വാപ്പാടെയും പേര് കൂട്ടിയിട്ട് ആ മനുഷ്യരയിൽ വിളിക്കുക. അതുകൊണ്ട് അഹ്സിനും അസ്മാക്കും നല്ല പേരിട്ടോ. ഇതെന്നൊരു വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ ഇതിലൊക്കെ കയറി പിടിച്ചാൽ സമയം അങ്ങോട്ട് പോകും. നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. 16 വയസ്സ് എത്തിക്കണമല്ലോ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചേക്കാം. നല്ല പേരൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് പോയി. നമ്മുടെ മക്കൾക്കൊക്കെ ഇന്ന് പലരും ഇന്ന് പട്ടിയുടെയും പൂച്ചയുടെയും പന്നിയുടെയും ഒക്കെ പേരാണ്. നല്ല നല്ല പേരുകൾ. ഞാൻ ഇത് ഇന്നലെ എങ്ങാണ്ട് ഇവിടെ അല്ലല്ലോ, അവിടെ എവിടെ വെച്ചത് ഞാൻ ഇന്ന് ഈ മിനിഞ്ഞാന്നത്തെ ദിവസം ആ പത്രത്തിൽ കണ്ടു. സിദ്ദീഖ്, ഒരു ചെറുപ്പക്കാരൻ മരിച്ചേക്കണം. അപ്പൊ ഞാൻ ഇത് ഏത് സിദ്ദീഖാവുള്ള എന്ന് ചോദിച്ചു താഴത്തേക്ക് വായിച്ചപ്പോഴേ കുഞ്ഞികൃഷ്ണന്റെ മോനാ സിദ്ദീഖ്. അയാൾ ഇട്ടേക്കണു സിദ്ദീഖ് എന്ന് മോന് പേര്. നമുക്കാണ് നാണക്കേടേ. ഐഷ പോയി, ഷഫിയ പോയി, സുബൈദ പോയി, ഫാത്തിമ പോയി, ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. നമ്മളെന്നിട്ടാ പട്ടി, പന്നി, പൂച്ച. മൂത്ത കൊച്ചുണ്ടാവുമ്പോ കുട്ടൻ, രണ്ടാമത്തെ കൊച്ചുണ്ടാവുമ്പോ പെണ്ണാന്ന് ഓർത്തിരുന്നത്, അത് ആണായിപ്പോയി, അപ്പൊ കിട്ടൻ. മൂന്നാമത്തെ ഉണ്ടാവില്ല എന്ന് ഓർത്തിരുന്നത്, അപ്പൊ അത് അറിയാണ്ടുണ്ടായി, അപ്പൊ പൊട്ടൻ. എങ്ങനെയാണ്? അക്ഷര കണക്കുവാണ്. ഞാൻ മിണ്ടടില്ല പൊട്ടൻ കേട്ടോ. എന്തോരം ആൾക്കാരെ തലകത്തുണ്ടെന്ന്. എന്താ പേര്? എന്താ പറയാത്ത? എന്താ എന്റെ പേര്? ഇതാണ്. അത് അപ്പൊ അങ്ങനെ ഇട്ടുണ്ടോ? ഒരാളുടെ ജീവിതകാലം മൊത്തം അയാളെ തിരിച്ചറിയുന്ന ഒരു ഐഡന്റിറ്റിയാ പേര്. കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടുക. പോട്ടെ പോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാ? ഹഖീഖ ഇറക്കുക. ഹഖീഖ ഇറക്കാൻ അൽ ഗുലാമു മുർതഹിനും ബിഅഖീഖിഹി. ഒരു കുട്ടിയുടെ നല്ല ഭാവി ബന്ധപ്പെട്ടിരിക്കുന്നത് അഖീഖയിലൂടെയാണ് നബീന റസൂലുള്ളാഹി. അപ്പൊ നല്ല ഭാവി അടച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ആൺകുഞ്ഞാണെങ്കിൽ 2 ആട്, പെൺകുഞ്ഞാണെങ്കിൽ 1 ആട്. ഇല്ല, മാടാണെങ്കിൽ ആണിനും പെണ്ണിനും 1. അർത്ഥം അടക്കാൻ വരുമ്പോ എന്താ പറഞ്ഞെന്നറിയോ പെൺപിള്ളേരുടെ വാപ്പാമാര്? പൈസ ഇല്ല എന്ന് പറയുന്ന പാർട്ടിക്ക് അല്ലാഹു തആല കൊടുക്കണ തട്ടെന്താണെന്നറിയോ? മാമിൻ നബദിൻ വലാമത്തിൻ യളിന്നു ബിനഫഖത്തിൻ യുൻഫിഖുഹാ ഫീ ദില്ലല്ലാഹ് ഇല്ലാ മാ അൻഫഖ ദുആഫാ ഫീമാ സുഹത്തില്ല. ഈ നല്ല വഴിക്ക് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കൊടുക്കാൻ മനസ്സില്ല. അപ്പൊ അല്ലാഹു തആല കൊടുക്കണ മണി എന്താണെന്നറിയോ? കുളി മാറിയ അന്ന് മുതൽ തുടങ്ങി സ്കാൻ ചെയ്യലായി, എക്സ്റേ എടുക്കലായി, അങ്ങോട്ട് ഓർഡറായി, ഇങ്ങോട്ട് ഓട്ടായി. അങ്ങനെ 6 മാസം എത്തുമ്പോഴത്തേക്കും പിന്നെ ബെഡ് റെസ്റ്റ് ആണ്. അനങ്ങാൻ പാടില്ല, മൂത്രം ഒഴിക്കണമെങ്കിൽ പുതിയാപ്പിള വന്നം. അങ്ങനെ കിടന്ന് 10ാമത്തെ മാസം ഇതിനെ കണ്ടിച്ച് ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴത്തേക്കും 25 അക്കീക്കയുടെ പൈസ കൊണ്ടുണ്ടാവും. അള്ള പൊരുത്തപ്പെട്ട വഴിയിൽ കൊടുക്കുന്നതിന് മടി കാണിച്ചപ്പോൾ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത വഴിയിൽ ഇരട്ടി കൊടുപ്പിച്ചു. അതാ തങ്ങൾ പറഞ്ഞത്. നിങ്ങളെടുത്ത് പരിശോധിച്ചോ, ഏത് ഹോസ്പിറ്റലും ചെന്ന് നോക്കിയോ, ഹോസ്പിറ്റലിൽ 90% മുസ്ലിങ്ങളുടെ ചികിത്സ ഇടിച്ചെല്ലുന്നത് മുസ്ലിങ്ങളാ. അള്ളാന്റെ ശിക്ഷ എന്നാ അതിന്റെ പച്ച മലയാളത്തിലുള്ള പേര്. അപ്പൊ അഖീഖ കുട്ടിയുടെ നല്ല ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം 7ാമത്തെ ദിവസമാണ് സുന്നത്ത് കഴിക്കണം. അഖീഖ അർത്ഥത്തിന്റെ ശേഷം ചേലാകർമ്മം ചെയ്യാം. 7ന്റെ അന്ന് പെൺപിള്ളേർ സമ്മതിക്കൂല. 7 ദിവസമല്ലേ ആയുള്ളൂ പറഞ്ഞ ഏട്ടാ, ഏതാണ്ട് ചേർത്ത് കണ്ടിച്ചു കളയണ കാര്യമാണ്.
അതിന്റെ അറ്റത്തുനിന്ന് ഒരു ഇത്തിരി തോലായി കട്ട് ചെയ്തേളാണ്. ഇപ്പൊ അടുത്ത ദിവസം ഒരുത്തം കോടതി കൊണ്ടുവന്നിട്ട് ഒരു കേസ് കൊടുത്തല്ലോ, മുസ്ലിം കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ നിന്നും സമുദായം പിന്മാറണം. അവന്റെ ഒരു വേദന അത് ഇതാ പറഞ്ഞ ചേലാകർമ്മം ചെയ്യണത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കലാണ്. എടാ ഞങ്ങള് നിന്നോട് പറയാ ഞങ്ങളെ 7ന്റെ നീ അറ്റല്ല ഇത്തിരി കണ്ടിച്ചാണ്. നീ ഇനി മേലാൽ ഒരൊറ്റ കുഞ്ഞിനെ പീഡിപ്പിക്കരുത്. ഒരു കുഞ്ഞ് തള്ളയുടെ ഉദരത്തിൽ നിങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ അതിന്റെ പൊക്കിൾക്കൊടി കട്ട് ചെയ്യരുത്, പൊക്കിൾക്കൊടി മുറിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ആ മറുപിള്ള എല്ലാം കൂടെ ഒരു സഞ്ചിയിലിട്ടിട്ട് കൊച്ചിന്റെ പുറത്ത് തൂക്കിയിട്ടുണ്ട് പരിശീലനം കൊടുക്കണം, ചോന്നുകൊണ്ട് കിടക്കാൻ. ഈ പൊക്കിൾക്കൊടി പോലെ തന്നെയാണോ ഈ ചേലാകർമ്മം? ഈ മുലപ്പാല് കൊണ്ടിട്ട് ഉണങ്ങും. അത് അത്രേ ഉള്ളൂ ഇതിനകത്ത്. ചേലാകർമ്മത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാന്ന് ബുദ്ധിയുള്ളവർ ചോദിക്കും, ആരോഗ്യവകുപ്പിനെ അന്വേഷിക്കുക. അപ്പൊ പോട്ടെ, 7ന്റെ എന്നാ ചെയ്യണ്ടേ? പക്ഷെ പെമ്പിള്ളേരും വയ്ക്കൂല. ഇനി 7ന്റെ അന്ന് എന്തെങ്കിലും തടസ്സം വന്നാൽ 14-ന്, അന്നും എന്തെങ്കിലും തടസ്സം വന്നാൽ 21-ന് അതിന്റെ അപ്പുറത്തേക്ക് പോരും. അല്ലാണ്ട് 15 വയസ്സാകുമ്പോഴല്ല ചിഹ്നത്തേക്കണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. 15 വയസ്സാകുമ്പോ തന്നെ ഇവനെ പിടിച്ചാൽ കിട്ടുമോ? അപ്പൊ അവനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ കളരി പഠിച്ച ഗുരുക്കന്മാരാരെങ്കിലും കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കോഴിപ്പൂവിനെയാണ് ആകെ അറക്കുക. എന്നിട്ട് കുറെ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് വലിയ നീട്ടി ചാറൊക്കെ വെച്ചൊരു മഞ്ഞച്ചോറുണ്ടാക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് മാർക്ക കല്യാണം എന്നാ പേര്. 15 വയസ്സ്. ഇവനെ കള്ളിത്തുനെ കൊടുത്ത് ഇവനെ ഇരുത്തിയൊക്കെ ഉണ്ടോ അവിടെ. അപ്പൊ ഉസ്താദന്മാര് വന്നിട്ട് ഒരു ശറഫലനാമ സലാം അലൈക്കും. അപ്പൊ ഇവന്റെ വാപ്പ പറയും കളരിക്കാരനോട്, എടാ പിടിച്ചോളാ. അപ്പൊ ഇവന് ഒരുങ്ങിയിരിക്കണേ. കളരിക്കാരൻ പിടിക്കാനും കൂടെ തരും. ഇവരൊരൊറ്റ ചാട്ടം. ഇവൻ ചാടി ഓർഡർ അങ്ങോട്ടാ. ഈ വീടിന്റെ പറമ്പിന്റെ കുഴിയും കുണ്ടും ഒക്കെ ഇവനക്കല്ലേ അറിയാവുള്ളൂ. അവൻ ചുണ്ടരി പോണവരെ അങ്ങോട്ട് പോയി. കാക്ക കളരി പഠിച്ചു എന്ന് കാര്യമുണ്ടോ? കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇയാൾക്ക് മേല് പൊട്ടിയില്ലേ? അവിടെ പൊട്ടി, ഇവിടെ പൊട്ടി, ഷർട്ടും കീറി, തുണിയും കീറി. തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കും ഉസ്താദന്മാര് അവ ചെറുക്കന്റെ വാപ്പോടെ കാത്തിരിക്കും. ആ കളരിക്കാരൻ തിരിച്ചു വന്നപ്പോ അവനെന്ത് എന്റെ വന്യങ്ങാതി അവൻ ചുണ്ടലി പോണാരി അങ്ങോട്ട് വെയിലെ പോയെന്ന് എനിക്ക് യാതൊരു പിടുത്തം കിട്ടില്ല. ഇവിടെ പൊട്ടി, അവിടെ പൊട്ടി, ഷർട്ടും കീറി. ഏതായാലും പണി അവൻ ബാപ്പാടെ വിട്ട് അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ തൽക്കാലം ചോറ് വിളമ്പ്, ഇവിടെ സംഗതി തീർന്നു. ഇതല്ല ചേലാകർമ്മം. 7 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 21 അതിന്റെ പുറത്തേക്ക് വരുന്നു. അതും കഴിഞ്ഞു. 6 വയസ്സെത്തിയാൽ മദ്രസയെ കൊണ്ടേക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇപ്പൊ പണിയൊന്നുമില്ല. ഇവിടത്തെ കമ്മിറ്റിക്കാർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ബുക്ക് ചെയ്തു ഇവിടെ എന്ന് പറയാൻ. മൂപ്പര് വന്നിട്ട് പറയാണ്, 6ാമത്തെ വയസ്സിൽ അദ്ദബ, നിങ്ങളെ മക്കളെ മദ്രസയിലാക്കണം, 6ാമത്തെ വയസ്സിൽ സ്കൂളിലാക്കണം. അവിടെ മാറി നിന്നിട്ട് റാത്താമാരെന്ത് പറയുന്നല്ലോ, മലക്ക ജിബ്രീലിന്റെ പണി നോക്ക്. 6ാമത്തെ വയസ്സിൽ കൊച്ചിനെ പള്ളിക്കൂടത്തിലേക്ക് 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുമ്പോ ആ ഒപ്പമുള്ള പിള്ളേർ 3ാം ക്ലാസ്സിലായിട്ടുണ്ടാവും. നടക്കൂല. പിന്നെ വാമുസ്ലിയാർ പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. എനിക്കൊരപേക്ഷയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ മാറിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു പറിച്ചുകൊണ്ട് സ്ഥാപനത്തിലാക്കിക്കോ. പക്ഷേ ആ കുഞ്ഞ് ദുനിയാവിൽ ഒരു അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് എഴുതിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് കൊണ്ടേയാക്കും. എനിക്കൊരു വിനീതമായിട്ടുള്ള അപേക്ഷയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും ഇങ്ങനെ നടന്നു പോവുക. പെട്ടെന്ന് ഒരു ഖബർ കണ്ടോടെ നിന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സഹാബത്തെ, ഈ ഖബറാളി വലിയ ശിക്ഷയിലാണ്. പരിചയപ്പെടുത്തിയിട്ട് അങ്ങ് പോയി. കുറെ ദിവസം കഴിഞ്ഞ് മടങ്ങി ആ വഴി വരുമ്പോൾ ഖബറാളി വലിയ അനുഗ്രഹം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുകയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദിലേക്ക് വീണിട്ട് ദുആ ചെയ്തു, അല്ലാഹ്, നിസാര ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ ഈ ഖബറാളി ശിക്ഷയിലായിരുന്നല്ലോ, ഇപ്പോൾ ഈ മനുഷ്യൻ രക്ഷയിലായല്ലോ തമ്പുരാനെ, കാരണം എന്താണ് റബ്ബേ, അറിയിച്ചു തരണേ തമ്പുരാനെ. ദുആ ചെയ്തപ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ, നബിയേ, ഈ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ്. പ്രസവിച്ചതായ കുഞ്ഞിനെ 6ാമത്തെ വയസ്സെത്തിയപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി മഹാനായ പണ്ഡിതന്റെ മുന്നിലെത്തിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഉസ്താദേ,
ഇത് യത്തീമായ കുഞ്ഞാണ്, എന്റെ മോനെ അള്ളാന്റെ കലാമ് പഠിപ്പിക്കാൻ ഞാൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഇരിക്കു കുഞ്ഞേ എന്ന് പറഞ്ഞ ഉസ്താദ് മുന്നിലിരുത്തി. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകരും കരുണാനിധിയുമായ റബ്ബേ, നിന്റെ നാമത്തിൽ നിന്റെ കലാമിനെ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇതാ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുരുന്നുമോൻ അതിന്റെ കിളുന്ത നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചതമ്പുരാനെ പരമകാരുണ്യകൻ എന്ന് ആ കുഞ്ഞ് വിശേഷിപ്പിച്ചെങ്കിൽ ആ കരുണ അല്ലാഹു തആല കാണിക്കണ്ടേ നബിയേ. ആ കുഞ്ഞു പറഞ്ഞ ബിസ്മിയുടെ കരുണ കാണിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന പിതാവിന് പുറത്തു കൊടുക്കലാണ്. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുഞ്ഞങ്ങ് പറഞ്ഞപ്പോ വാപ്പാക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു. ഞാൻ ഇങ്ങോട്ട് തന്നെ ചൂണ്ടണേ, ഇത്ര സൗകര്യം എവിടെയുണ്ട്? എൻ്റെ നാട്ടിലുമില്ല, എൻ്റെ അയൽനാട്ടിലുമില്ല. എൻ്റെ ഒരു കൊച്ചിനെ എനിക്ക് ഇവിടുന്ന് ഓടിപ്പിക്കണമെങ്കിൽ കുറേ ദൂരം കൊണ്ടുപോകേണ്ടി വരും. വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ നിന്ന് കൊണ്ടുവന്നാക്കാമല്ലോ. നെയ്യത്താക്കിക്കോ ഇവിടെ ഇരുന്നുകൊണ്ട്. എൻ്റെ മോനെ എൻ്റെ മോളെയും എന്നുള്ള നിലവാരത്തിലേക്ക് അള്ളാഹു സംവിധാനത്തിനെ ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയാം, പെൺകുഞ്ഞുങ്ങൾക്കും വേണം. ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൽ ദീനുള്ളതായാൽ ആ കുടുംബം മൊത്തം നന്നാവും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭർത്താവിനെ നന്നാക്കാൻ കഴിയും, അമ്മാച്ചനെ നന്നാക്കാൻ കഴിയും, അമ്മായിയമ്മനെ നന്നാക്കാൻ കഴിയും, നാത്തൂമാരെ നന്നാക്കാൻ കഴിയും, ആ കുടുംബം മൊത്തം നന്നാക്കാൻ കഴിയും. ഒരു പെൺകുട്ടി നല്ലതാണ്, ആൺകുട്ടിയെ കൊണ്ട് സാധിക്കില്ല. അതാണ് പെണ്ണിന്റെ പവർ. വളർന്നു വരുന്ന അവർക്ക് ജനിക്കുന്ന തലമുറയും നന്നാവും. അങ്ങനെയാണ്, ഒരാണിൽ കൂടി അതുണ്ടാവില്ല. അപ്പൊ ഇതുപോലെ തന്നെ സമാന്തരം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നമ്മൾ ആ സ്വപ്നം കണ്ട നിലവാരത്തിലേക്ക് റബ്ബേ നീ ഉയർത്തി തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ചെറിയ ഇതിലല്ല നമ്മൾ പോയി പിടിച്ചാണ്, വലിയ പിടിയാല പോയി പിടിച്ചാണ്, വലിയ പിടിയാലാണ്. അങ്കമാലി പള്ളിയുടെ എല്ലാ സംവിധാനങ്ങളും പാണക്കാട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്താറുണ്ട്. തങ്ങളെ കല്ലിട്ട് അതിൻ്റെ കോംപ്ലക്സും ഉണ്ട്, ശാപങ്ങളെ കല്ലിട്ട്. തൊട്ട് മുമ്പിലുണ്ടായിരുന്നു ഒരു 11 സെന്റ് സ്ഥലം, 3 സഫ അങ്കമാലി പള്ളി. 4ാമത്തെ സഫ് കുര്യാച്ചൻ ചേട്ടൻ്റെ അടുക്കള. 5, 8, 10, 12 മക്കളെ കണ്ടുണ്ട്, കുറേ പെണ്ണുങ്ങളും. ഞാൻ മെമ്പറിലേക്ക് കയറുമ്പോഴത്തേക്ക് അങ്ങനെ ടേപ്പ് റെക്കാർഡിൻ്റെ ടേപ്പ് റെക്കാർഡ് അങ്ങോട്ട് ഓണാക്കും ഒച്ചയ്ക്ക്. പട്ടീനെ എപ്പോഴും വളർത്തും. പട്ടികൾ ഇതിനകത്തേക്ക് കയറി ചോദിച്ചാൽ പള്ളിക്ക് തരൂല. നേരെ പാണക്കാട്ട് വന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ മുന്നിൽ ഞാനുണ്ട്, ബദറുദ്ദീൻ ഹാജി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്, നൂഹ് മൗലാന ഉസ്താദ് എന്ന് പറഞ്ഞ പണ്ഡിതനുണ്ട്. ഞങ്ങൾ 3 ആൾ കൂടി വന്നു. സങ്കടം പറഞ്ഞു, തങ്ങളിപ്പോൾ പള്ളിക്ക് തരില്ല എന്നാ പറയാം. അപ്പൊ ഈ മടിയിൽ ഒരു ടർക്കിയുടെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായി, അൽ ഫാത്തിഹ. അത് ഫാത്തിഹാന്ന് ഞങ്ങൾ കേട്ടു. ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മോഹത്തേന് ഓതി കൈ പൊക്കി. തൊട്ടടുത്ത് അപ്പുറം ന്യൂസായിരിക്കണം, തൊട്ട് പ്രത്യാനിരിക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. ഞാൻ ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ദുആ നമുക്ക് എല്ലാവർക്കും അറിയാലോ. പരക്കാത്തേക്ക് വിട്ടൊരു കവർ എടുത്ത് തന്നു. എന്നാ കൊണ്ട് ആ സ്ഥലം മേടിച്ചോളാൻ പറഞ്ഞു. അല്ലോ, നിങ്ങൾ മനസ്സിലാക്കിക്കുക, 1 മാസം എത്തുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ് അങ്ങോട്ട് കൊടുത്തു. 1 മാസം എത്തിയില്ല. ആ സ്ഥലത്താണ് അങ്കമാലി പള്ളിയിൽ ജുമാ നടക്കണം. അള്ളാഹുവേ അള്ളാഹുവേ, അവരുടെയൊക്കെ കൂടെ സിറാത്ത് കിടക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ജനാസ കുളിപ്പിച്ചത് അങ്കമാലി പള്ളിയിലാ. ഈ പാവിക്കാൻ അള്ളാഹു തആല ഒരു മഹാഭാഗ്യം നൽകി. ചുമ്മാതെ അല്ലാന്നാ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. പാണക്കാട്ടെ കുടുംബത്തിന് അമേരിക്കയിലെ വേണമെങ്കിൽ ആശുപത്രി കിട്ടും, അമേരിക്കയിൽ. പക്ഷെ അങ്കമാലിയിലെ ഹോസ്പിറ്റലിലേക്ക് അള്ളാഹു തആല തങ്ങളെ കൊണ്ടുവന്നെങ്കിൽ അതൊരു അത്ഭുതമാണ്. ഞാൻ പറയണില്ല, ചെറിയ അത്ഭുതമല്ല. ഈ പാവപ്പെട്ടവനൊക്കെ അത് കുളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വരിക എന്നുള്ളതും ചെറിയ അത്ഭുതമല്ല, വലിയ അത്ഭുതമാണ്. പഠിച്ചവനെ അവരെയൊക്കെ കൂടെ സിറാത്ത് കിടക്കാൻ ഈ മഞ്ഞത്തിരുന്നത് കേൾക്കുന്ന ഞങ്ങൾക്കും, ഞങ്ങളെ നൊന്തുപറ്റ ഉമ്മാക്കും, ഞങ്ങളെ ചോര നീരാക്കി ഞങ്ങളെ സംരക്ഷിച്ച ഉപ്പാക്കും, ഞങ്ങളുടെ ഇണകൾക്കും, ഞങ്ങളുടെ കണ്ണുരുണ്ണികൾക്കും, ഞങ്ങളുടെ കുടുംബാദികൾക്കും, ഉസ്താദ് മശായിഖുമാർക്കും എല്ലാം ഭാഗ്യം തരണേ തമ്പുരാനെ. ഈ ഭാഗത്തിരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് ആർക്കും പഠിച്ചവനെ മക്കളെ കൊണ്ട് ഈ ദുനിയാവിൽ തല താഴ്ത്താനുള്ള അവസ്ഥ കൊടുക്കാതെ കാക്കണേ റബ്ബേ. അപ്പുറത്തിരിക്കുന്ന എൻ്റെ പെങ്ങന്മാർ സഹോദരിമാർക്ക് പഠിച്ചവനെ മക്കളെ കൊണ്ട് ഈ ദുനിയാവിൽ കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ കൊടുക്കാതെ കാക്കണേ തമ്പുരാനെ. ധാരാളം കണ്ണീരില്ലവന്മാരുകൾ എന്ത് ചെയ്യും എന്ന് തെറി പറഞ്ഞാൽ കേക്കലല്ലാതെ
ഇടിച്ചാൽ കൊള്ളലല്ലാതെ എന്ത് ചെയ്യും? ധാരാളം ഉമ്മമാർ കണ്ണീരില്ല. പോട്ടെ പോട്ടെ പോട്ടെ, സമയം പോവാൻ. 6-ാമത്തെ വയസ്സിൽ അദബ് പഠിപ്പിക്കണോന്ന്, മരസെ കൊണ്ടുവന്നാക്കണോന്ന്. 6-ാമത്തെ വയസ്സിൽ. ഫലമ്മാ ബലഗ സബഅ, 7-ാമത്തെ വയസ്സായാൽ ഉമിറ ബിസ്സലാ. മോനെ ദേ വാപ്പിച്ച് ഒന്നു കൊടുക്കാണ്. ചേരാ വന്ന് ഒന്നു കൊടുത്തേ. വാ 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 മോനെ, ഉമ്മിച്ചു മോളെ, ഉമ്മിച്ചു ഒന്നു കൊടുക്കാൻ വാ, ഉമ്മിച്ചിട്ട് ഒന്നു കൊടുക്കാൻ വാ. എന്നിട്ട് ഉമ്മിച്ചിന്റെ അടുത്ത് നിസ്കരിച്ചോട്ടോ, വാപ്പ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചോ. 7-ാമത്തതിൽ തുടങ്ങണം. ഫലമ്മാ ബലഗ തിസ്ആ, 9-ാമത്തെ വയസ്സെത്തിയാൽ അസല ഫിറാശഹു, വിരിപ്പിൽ മാറ്റിക്കിടത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 9 ബെഡ്റൂമിൽ നിന്ന് കൊച്ചിനെ വലിച്ചടിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടാനല്ല ഈ പറഞ്ഞത്. 9 വയസ്സെത്തുമ്പോൾ ഒരു പുതിയ ഒരു കിടക്ക, ഒരു കുഞ്ഞു കിടക്ക, ഒരു കുഞ്ഞു തലകണ, കുഞ്ഞ് അതെ വാപ്പിച്ചി മോക്ക് മേടിച്ചു കൊടുന്നാണ്. ആരെ ഇതിൽ കിടത്തണ്ട കേട്ടോ, ഇത് നീ തന്നെ കിടന്നാൽ മതി, വേറൊരു കുട്ടീനെയും കിടത്തണ്ടാന്ന്. ഒറ്റയ്ക്ക് ഒരു വിരിപ്പിൽ കിടത്തി പരിശീലിപ്പിക്കുക. ചാവക്കാട് മുസ്ലിം കേന്ദ്ര ഒരു വീട്ടിലുണ്ടായ സംഭവം ഈ സദസ്സിനോട് പറയാൻ എനിക്ക് നാണമുണ്ട്. തങ്ങൾ പറഞ്ഞത് അനുസരിക്കാഞ്ഞിട്ടല്ലേ. അപ്പൊ 9-ാമത്തെ വയസ്സിൽ. അപ്പോഴേ ഇനി 16 വയസ്സെത്തണമെങ്കിൽ ഇനിയും കുറച്ച് വയസ്സും കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ. ഞാൻ ഒരു ചെറിയൊരു കാരണം, എൻ്റെ വണ്ടി വരാനുള്ള ടൈമായി. ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും മനുഷ്യന്മാരുടെ കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ ഈ വടക്കോട്ട് ഇങ്ങനെ വഴുതിന് വരുമ്പോൾ പല സദസ്സുകളിലും എനിക്ക് അനുഭവപ്പെടാനുള്ള ഒരു വേദനയുണ്ട്. ഒരു വേദന എന്ന് പറഞ്ഞാൽ, തുടങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെ ഇരിക്കും, ഇത്തിരി കഴിയുമ്പോഴത്തേക്കിന് എണിച്ചെണിച്ചെണിച്ച് പൂക്ക് കൊടുക്കും. ഒരു മനുഷ്യൻ ഈ മജ്‌ലിസിൽ എഴുന്നേറ്റിട്ടില്ല. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുസരണയും ഈ അടക്കവും ഈ ആദരവും ഒക്കെ നമുക്ക് നാളെ വിജയിക്കാൻ അല്ലാഹു കാരണമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ആളുകളെ കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. നിങ്ങൾക്കൊരു അമൂല്യമായ നന്മ ചെയ്യാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുൻഗാമികളൊക്കെ എന്ത് വിഷമങ്ങൾ വന്നാലും അവർ തെരഞ്ഞെടുക്കുന്ന ഒരു അമലായിരുന്നു സലാത്ത്, അല്ലേ? അത് ചുമ്മാ തെരഞ്ഞെടുത്തതല്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? സലാത്തിനെ നീ അധികരിപ്പിച്ചോ, നിന്റെ അസ്വസ്ഥതകൾ അല്ലാഹു മാറ്റി തരും. മക്കളെ കൊണ്ട് അസ്വസ്ഥത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കച്ചവടത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സലാത്ത് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ 10 പാപവും പദവികളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിനകത്ത് ഇതുണ്ട്. 10 അസ്വസ്ഥതകൾ ഒരു സലാത്ത്. നമ്മുടെയൊക്കെ മുൻഗാമികളുടെ ശൈലി അതായിരുന്നു. എന്റെ ജനങ്ങളെ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഒരു ദുസ്വഭാവം ഈ സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്നത് തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഞാൻ ഹദീസ് ഇവിടെ ഓതി അർത്ഥം പറയുന്നില്ല, ഞാൻ അതിന്റെ മലയാളം അങ്ങ് പറഞ്ഞുതരാം. ലോകം അവസാനത്തിലേക്ക് എത്തും. വിജ്ഞാനം കുറഞ്ഞ ആളുകൾ, വിജ്ഞാനം കുറയും. LLB എഞ്ചിനീയറിംഗും ഒന്നും അല്ല പറഞ്ഞ, അതൊക്കെ ഉണ്ടാവും. ധാർമ്മിക വിജ്ഞാനം കുറയും. സലാത്ത് ചെല്ലാത്തവർ അധികരിക്കും. പിന്നെ വന്നത് യക്സുറുൽ ഹർജ് നബിയുനാ റസൂലുള്ളാഹി. മൽ ഹർജ് യാ റസൂലുള്ളാഹ്, എന്താ നബി ഹർജ് അധികരിക്കും എന്ന് പറഞ്ഞാൽ? അൽ ഖത്ൽ നബിയുനാ റസൂലുള്ളാഹി. കൊലപാതകങ്ങളാണ്. നിങ്ങളെല്ലാവരും എന്നേക്കാൾ കൂടുതൽ വിവരമുള്ളവരാ, ലോക വിവരമുള്ളവരാണ്, അല്ലാതെ വിവരമുള്ളവരാ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ട് ഇതിന് മറുപടി കണ്ടെത്തണം. ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഉള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ കാശ്മീരിലില്ലേ? കേരളത്തിൽ ഉള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ UP-യിലില്ലേ? വടക്കേ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും എടുത്ത് നോക്കിക്കോ. ഈ ഇന്ത്യ രാജ്യത്തെ കേരളവും തമിഴ്നാടും ഒഴിച്ച് ബാക്കി സർവ്വ സ്റ്റേറ്റുകളിലും, കാശ്മീർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബക്കറ്റ് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. സമയം വളരെ വൈകുകയും ചെയ്തു കേട്ടോ. എല്ലാവരും ഒരു സലാത്തിലേക്ക് ഈ ബക്കറ്റിനെ ബഹുമാനിക്കുന്ന സാധുക്കളെ അല്ലാഹു ഒന്ന് അംഗീകരിക്കാൻ വേണ്ടി ഒരു സലാത്തിലേക്ക് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. റബ്ബേ, ഒരു നിറഞ്ഞ മജ്‌ലിസാ. അവിടെ ഇരിക്കണേ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റണില്ല. ഇത്രയും ജനം ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു ബക്കറ്റ് വരികയാണ്. അത് ഈ ദീനി സംവിധാനത്തിന്റെ ഉയർച്ചക്കുള്ള ഒരു ബക്കറ്റാണ്. നിന്നെ മാത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അതിലേക്ക് ഒരു ഹദിയ നിക്ഷേപിക്കുകയാണ്.
പഠിച്ചവനെ, ഞങ്ങളിടുന്ന ഈ സദക്ക ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല, നിന്നെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഇടുന്ന സദക്ക അടുത്ത സമയം 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളെ പച്ച മണ്ണിന്റെ അടിയിലേക്ക് വെക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പോരുന്ന ഒരു സമ്പത്താക്കി അള്ളാഹു ഇതിനെ കബൂലാക്കണേ പഠിച്ചവനെ. ഈ ബക്കറ്റിലേക്ക് കൈ കമഴ്ത്തുകയാണ് ഇടാൻ വേണ്ടി. ആ കയ്യ് ദുനിയാവിൽ ഒരു പടപ്പിന്റെ നേരെ യാചനാ ശൈലിയിൽ മലർത്താൻ ഇട കൊടുക്കാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാനായ പഠിച്ചവനെ, എന്ത് നെയ്യത്ത് വെച്ചാണോ ഈ പാവങ്ങൾ ഇടുന്നത്, ആ നെയ്യത്തിനെ നീ വീട്ടിൽ കൊടുക്കണേ റബ്ബേ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. എല്ലാവരും ശ്രദ്ധിച്ച ഒരു ഭയങ്കര പോയിന്റ് ഞാനീ പറഞ്ഞത്. വടക്കേ ഇന്ത്യയിലെ കാശ്മീർ അടക്കമുള്ള സ്റ്റേറ്റുകളില് മുസ്ലിങ്ങളെ തല്ലി കൊല്ലുകയാണ്. എല്ലാ ദിവസവും കൊല്ലണ്ട്, നമ്മൾ പലത് പാത്രത്തിൽ കൂടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു തല്ലിക്കൊല്ലല്, മുസ്ലിം ആയതിന്റെ പേരിൽ ഒരു തല്ലിക്കൊല്ലല്, ഒരു JCB കൊണ്ടുവന്ന് വ്യാപാര സ്ഥാപനം തകർക്കല്, താമസിക്കുന്ന വീട് ഇടിച്ചു നിരത്തല്, കൊണ്ടുവന്ന് തടങ്കൽ പാളയത്തിലാക്കല്, ഇതൊക്കെ ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരു പരിധി വരെ തമിഴ്നാട്ടിലും. എന്തുകൊണ്ട് സംഭവിച്ചില്ല? നിങ്ങൾ പറയാതിരിക്കും ഇവിടുത്തെ സർക്കാരിന്റെ പവറാന്ന്. കാശ്മീരിലും ഉണ്ടായി BB സർക്കാർ, അവിടെ കാക്കാമാരെ ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് സർക്കാർ. ഈ പറയപ്പെട്ട ഭാഗങ്ങളിലൊക്കെ മുസ്ലിമിനെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണെങ്കിൽ, തങ്ങൾ പറഞ്ഞ ഹദീസിലേക്കാണ് ഞാൻ നിങ്ങളെ മുട്ടിക്കുന്നത്, സലാത്ത് ഇല്ലാതെ ആയാൽ കൊലപാതകം വ്യാപകമാവും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, കേരളത്തിൽ ഉള്ളതുപോലെ സലാത്ത് നടക്കുന്ന വീടുകളും സലാത്തിന്റെ മജ്ലിസുകളും സലാത്ത് നടക്കുന്ന പള്ളികളും ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ല. ഇവിടെ ഈ നാശം വരാത്തതിന്റെ ഒന്നാമത്തെ അതിന്റെ പരിഹാരം നബിത്തങ്ങളുടെ മേലുള്ള സലാത്താണ്. ഇത് തങ്ങൾ പഠിപ്പിച്ചതാ. ഇത് ഞാൻ പറയാണ്, ആ സലാത്ത് ഒരാള് ഇവിടെ ഇരുന്ന് ചൊല്ലിയാൽ റൗളായിൽ പന്നാർ നബിത്തങ്ങളോട് മലക്ക് വിളിച്ചു പറയും, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈക ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന വാപ്പാടെ മോൻ അല്ലെങ്കിൽ മോള് തങ്ങൾക്ക് സലാത്ത് സമർപ്പിക്കുന്നു. റൗളായിൽ കിടന്ന ആ മനുഷ്യന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ സഹാബാക്കൾ ചില ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. ഒരു സലാത്ത് ഒരാൾ ചൊല്ലിയാൽ നബി തങ്ങൾ ദുആ ചെയ്യും.